ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ഇപ്പൊ നാളെ ഞാൻ ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഡിനെ ഡെഫിനറ്റ്ലി അത് എഫക്ട് ചെയ്യും. കരിയർ ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ. അതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഈ സംരക്ഷണത്തിന്റെ കാര്യം തന്നെ പറയും. ഈ ചില ഈ പീകോക്ക് ഫെമിനിസ്റ്റ് ചേട്ടന്മാരൊക്കെ പറയും, അവര് ഈ പറയുന്ന പോലെ ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അവർ കൺസേൺഡ് അല്ല, അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അവർ കൺസേൺഡ് ആയിരിക്കത്തില്ല. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. ഇങ്ങനെ ഘോരം പോസ്റ്റുകൾ FB-യിൽ എഴുതും. ഇനിയുള്ള കാലത്ത് ആരോഗ്യകരമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം? കല്യാണം കഴിച്ച ഉടനെ കൊച്ചാവണം, അതാണല്ലോ നാട്ടു നടപ്പ്. ഒരു നിസ്സാര കാര്യം, വിവാഹത്തിന് മുമ്പ് HIV ടെസ്റ്റ് നടത്തുന്ന എത്ര പേരുണ്ട്? ജാതകം നോക്കും, പൊരുത്തമുണ്ടോ നോക്കും. പക്ഷെ എങ്കിലും സ്വന്തം ജീവിതം ജീവിക്കണ്ടേ? സ്വന്തം ജീവിതം ജീവിക്കാത്ത രക്ഷകർത്താക്കളെ കണ്ട് ജീവിക്കരുത്, സ്വന്തമായിട്ട് സന്തോഷിക്കരുത്, ആനന്ദിക്കരുത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ത്യജിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ളതാണ്. അത് കണ്ടാണ് നെക്സ്റ്റ് ജനറേഷൻ വളരുന്നത്. അവരും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യും. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തുല്യത യഥാർത്ഥത്തിൽ വന്നാല് അത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകുന്നത് പുരുഷന്മാർക്ക് തന്നെയാണ്. ഇന്നും ഒരു സ്ത്രീയുടെ കൂടെ ഒരു സമയം കഴിഞ്ഞാൽ ഒരു പുരുഷന് കൂട്ട് പോകേണ്ടി വരികയാണ്. ഇന്നും ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്ത്രീധന അപ്പൻ കണ്ടെത്തേണ്ടി വരികയാണ്. ഇന്നും ഒരു പെണ്ണ് കേസ് ഉണ്ടായാൽ അടി ഉണ്ടാക്കാൻ ആണുങ്ങളാണ് പോകുന്നത്, പെണ്ണുങ്ങൾ അടിക്കുന്നില്ല, അല്ലേ? പക്ഷെ ഇത് മനസ്സിലാക്കുന്ന ചെറുക്കന്മാരും, ഇത് മനസ്സിലാക്കുന്ന പുരുഷന്മാരും വളരെ കുറവാണ്. നമ്മള് ഫെമിനിസം പറയുമ്പോ ആണുങ്ങൾ വിചാരിക്കുന്നവോ ഇവൻ പെണ്ണുങ്ങളുടെ ഭാഗത്താണ്. അതെ, നമ്മൾ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാണ്ടല്ലോ, കാശുണ്ടാക്കാന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വിവാഹം കഴിക്കാൻ നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇപ്പൊ നമുക്ക് കുട്ടികളുണ്ടാവുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീടം എഗ്രിമെന്റുകൾക്ക് ഒരു വാലിഡിറ്റി കൊണ്ടുവരണം. ഇപ്പൊ നമ്മളൊന്നിച്ച് ജീവിക്കുകയാണെന്ന് വിചാരിക്കാം, നമ്മളൊരു എഗ്രിമെന്റ് വയ്ക്കുന്നു, ഇത്ര വർഷം അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ ഉണ്ടായാൽ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് ഇന്നയാൾ ഇങ്ങനെയായിരിക്കും കൊടുക്കുക. ഇത് വികസിതമായ പല രാജ്യങ്ങളിലും ഇതിന് വാലിഡിറ്റി ഉണ്ട്. ഇവിടെ ഇത് എഴുതി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ ചോദ്യമാണ്, വിവാഹം കഴിച്ചിട്ടും കുട്ടികളായില്ലെങ്കിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ തന്നെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഏതൊരു പുരുഷന്റെയും നമ്മുടെ ഇന്ത്യയിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി നൽകുന്ന ഒരു വ്യാജ പരാതി, അതിന്റെ മതി. അത് പെൺകുട്ടിക്ക് പേര് പറയണ്ട. ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ചില യൂട്യൂബ് വ്ളോഗേഴ്സ്, അവര് പുരുഷന്റെ ഭാഗത്തൊരു തെറ്റുള്ളത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്, സമൂഹത്തിന് നൽകുന്ന ഒരു സംഭാവന തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഗ്രീഷ്മയുടെ കേസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോ അയ്യോ ഞങ്ങൾ ഇത് അറിഞ്ഞ മട്ടില്ല, അവര് ഇതും പറയണ്ടേ? അതല്ലെങ്കിൽ അവര് പാവാട ഫെമിനിസ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനുപമയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ PhD ഒക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോൾ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. എസൻസ് ഗ്ലോബലിൻ്റെ മുഖം എന്നൊക്കെ നമുക്കിടയ്ക്ക് തോന്നാറുള്ള ഒരാളാണ്. എസൻസിൻ്റെ വേദികളിലും അല്ലെങ്കിൽ ഒരുപാട് വളരെ പ്രസക്തിയുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ അനുപമയുടെ ഒരു വീക്ഷണത്തിലൂടെ, അഭിപ്രായങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കാം. നിലവിലിപ്പോൾ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ ഒരു ട്രെൻഡ് നല്ല രീതിയിൽ വരുന്നുണ്ട്. നേരെ കുറച്ച് ആൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിക്കാൻ പുറകെ നടക്കുകയാണ്, പെണ്ണ് കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥ. യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണമായിട്ട് തോന്നുന്നത്? നമ്മൾ വിവാഹത്തിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഈ വിവാഹം എന്നതുകൊണ്ട് നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കേംബ്രിഡ്ജ് ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ലിറ്ററൽ മീനിങ് അവർ കൊടുത്തിട്ടുള്ളത് ലീഗൽ യൂണിയൻ ഓഫ് ടു പീപ്പിൾ ഹു വിഷ് ടു ലീവ് ടുഗെദർ എന്നാണ്. ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലത്തെ ഒരു ലീഗൽ യൂണിയൻ ആണ് മാരേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആ ഒരു മാരേജിനെ പറ്റിയാണോ എന്ന് ഡെഫിനറ്റ്ലി അല്ല. അതല്ലാണ്ടൊരു മെയിൻ സ്ട്രീം വിവാഹ സങ്കല്പം ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതും സംസാരിക്കേണ്ടതും. അപ്പൊ ഈ മെയിൻ സ്ട്രീം വിവാഹ സങ്കല്പത്തിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ബെനിഫിഷ്യൽ അല്ല എന്നുള്ളതാണ്. ഇപ്പോ അതിന്റെ ഏത് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങേയറ്റ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത്. ഇതിനകത്തൊക്കെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ റിലീജിയനും മാരേജും ഏറെക്കുറെ സെയിം ആണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തിട്ടേ ഇതിനകത്തൊക്കെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സർവൈവ് ചെയ്ത് പോകാൻ പല പെൺകുട്ടികൾക്കും ഇപ്പോൾ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. എന്നാലും ഒരു ഏറിയ പങ്കും സ്ത്രീകൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യം കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പോലും
കല്യാണം കഴിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ട്. കാരണം അവർ ചെറിയ പ്രായം മുതലേ അവരെ വളർത്തി വലുതാക്കി കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, വേറൊരു വീട്ടിൽ പോയി താമസിക്കാനുള്ള ആളാണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ചെറുതിലേ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന, ചോദ്യം ചോദിക്കാൻ താല്പര്യമുള്ള, സ്വപ്നം കാണാൻ താല്പര്യമുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹം തീർച്ചയായിട്ടും ഒരു ചങ്ങല തന്നെയാണ്. ഇന്നത്തെ ഈ സോ കോൾഡ് വിവാഹ സങ്കല്പം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അവർക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ മാറി ചിന്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ നല്ലൊരു ഇൻകം കിട്ടി തുടങ്ങിയാൽ അവൾ ചിന്തിക്കുന്ന ഇതാണ്, ഇനി എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം. നേരെ മറിച്ച് ഒരു ആണിനാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ അവൻ എപ്പോഴും എൻ്റെ കുടുംബത്തിന് എന്നുള്ള രീതിയിലാണ് അവൻ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് പെൺകുട്ടികൾക്ക് ഇങ്ങനെയാണെങ്കിൽ അവർ പിന്നെ എനിക്ക് ആരുടെ ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരു സ്ത്രീവിരുദ്ധമായിട്ട് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. അതിനെ എങ്ങനെ കാണുന്നു? എനിക്ക് തോന്നുന്നു ഒരു വലിയ കൂട്ടം സ്ത്രീകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നത്. ആ മാറി ചിന്തിക്കാൻ തയ്യാറാവുന്ന സ്ത്രീകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കൂടുതൽ ആളുകളും പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്, അവര് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്, അപ്പൊ അവർക്ക് അഹങ്കാരമാവും, അപ്പൊ അവർക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണെന്ന്. പേഴ്സണലി എനിക്കറിയാവുന്ന ധാരാളം സ്ത്രീകളുണ്ട്, ഈവൻ ഇഫ് അവര് ഇക്കണോമിക്കലി അത്ര സ്റ്റേബിൾ അല്ലെങ്കിലും, ഈവൻ ഇഫ് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വിദ്യാഭ്യാസവും ഇങ്ങനത്തെ ചിന്താഗതിയും കൂടെ കോറിലേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ലിറ്ററലി സ്ലേവ്സിനെ പോലെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യം മെൻഷൻ ചെയ്തല്ലോ, അവർക്ക് ജോലി കിട്ടുക, കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് സാധനമാണ്. അപ്പൊ ഈ ആൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഈ വിവാഹത്തിൽ നിന്നുണ്ടെങ്കിൽ കൂടി പലപ്പോഴും അവരും ഇതിന്റെ ഒരു എന്താ പറയാ വിക്ടിംസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പൊ ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസിനെ കാണുമ്പോഴത്തേക്കിനും പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവർ പലപ്പോഴും ഇതിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി പഠിക്കുന്നവർ ധാരാളം ഉണ്ട്. കുറച്ചും കൂടെ പഠിച്ച് പോയാൽ അത്രയും നാളും കൂടെ ഒരു വിവാഹത്തിലേക്കൊന്നും പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ്ലി അവർക്കൊരു ജോലി വേണം എന്നുള്ളതാണ്. PhD ചെയ്യാൻ തയ്യാറാവുന്ന അല്ലെങ്കിൽ PG പോകണം എന്ന് പറയുന്ന ആൺകുട്ടികൾ വളരെ കുറവാണ്. അവർക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അവരുടെ കോളേജ് പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലും സാധനം ചൂസ് ചെയ്യാനാണ് അവരെപ്പോഴും തയ്യാറാവുക. അപ്പൊ അവരും അവരുടെ സ്വപ്നങ്ങളാണ് വേണ്ടെന്ന് വെക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളാണ് വേണ്ടെന്ന് വെക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നിൽക്കാൻ അവരും ഒരുപാട് സാക്രിഫൈസസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വൺ സൈഡഡ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ വിവാഹം കഴിക്കുന്നുണ്ട് പെൺകുട്ടികൾ, അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവര് അങ്ങനെ അധികം ഉണ്ടായിട്ടല്ല. വികസിതമായ പല രാജ്യങ്ങളിലും വന്നാൽ നേരെ തിരിച്ചാണ്. ചൈനയിൽ പോലും നല്ല രീതിയിൽ കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പൊ കേരളത്തിലെ ഒരു പ്രത്യേകത എടുത്താല് ഒട്ടുമിക്ക പെൺകുട്ടികളും വിവാഹം കഴിക്കുന്നത് എന്താണെങ്കിലും ഇപ്പൊ ലേറ്റ് ആയിട്ടാണ്. അതൊരു കോമൺ ട്രെൻഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്, നല്ല ജോലി മേടിക്കുന്നതും ഒക്കെ പെൺകുട്ടികൾ തന്നെയാണ്. ഇപ്പൊ നിലവിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പൊ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത്, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായിട്ട് വീട്ടു ജോലികൾ ചെയ്ത് ജീവിച്ചാൽ മതി. ഇപ്പൊ ഇവർ അധ്വാനിക്കുന്നുണ്ട്, അപ്പൊ ഇൻകം ഇവർ തന്നെ കണ്ടെത്തണം, കുട്ടികളെ അവർ തന്നെ നോക്കണം, വീട്ടുജോലികൾ അവർ തന്നെ ചെയ്യണം. അതായത് ഒരു ആണിന് സുഖമാണെന്ന്. നേരെ മറിച്ച് പെൺകുട്ടികൾ തന്നെ അവരുടെ ചുമലിൽ തന്നെ എല്ലാം വരുന്നു. ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ടല്ലോ. പിന്നെ അത് ശരിയാണ്. കാരണം ഇപ്പോൾ കുറച്ച് നാൾ മുൻപ് നോക്കിക്കഴിഞ്ഞാൽ, മേ ബി ഒരു 50 years ബാക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു ഈ പറയുന്ന അന്ന് മാട്രിമോണിയൽ സൈറ്റ് ഒന്നും ഇല്ല, പക്ഷെ മേ ബി ഒരു ബ്രോക്കറിന്റെ അടുത്ത് പറയുമ്പോൾ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ അറിയുന്ന, വീട്ടിലത്തെ കാര്യമൊക്കെ അത്യാവശ്യം നോക്കാൻ അറിയുന്ന പെൺകുട്ടികൾക്കായിരുന്നു അന്ന് ഡിമാൻഡ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ വീട്ടിലെ കാര്യം മാത്രം നോക്കാൻ അറിയുന്ന പെൺകുട്ടികൾക്ക്, അത് മാത്രം അറിയുന്ന പെൺകുട്ടികൾക്ക് വലിയ ഡിമാൻഡ് ഒന്നുമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രണ്ടുപേർക്കും ജോലി വേണം. അപ്പൊ രണ്ടുപേരും ഏൺ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള പെൺകുട്ടികൾ അവർക്ക് ജോലിയെല്ലാം ചെയ്യാൻ അറിയണം, വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ അറിയണം, പ്ലസ് അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, നല്ലൊരു ജോലി ഉണ്ടാവണം, ഏൺ ചെയ്യുന്നുണ്ടാവണം. സോ ഇതൊക്കെ കൂട്ടുന്നതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ പെൺകുട്ടികളുടെ തന്നെ ഒരു അവർക്കൊരു വലിയ ഭാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. 9 to 5 ജോലിയാണെങ്കിൽ ജോലി ചെയ്യണം. മേ ബി ഹസ്ബൻഡും വൈഫും ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് ജോലി ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഹസ്ബൻഡിന് വീട്ടിൽ വന്ന് റിലാക്സ് ചെയ്യാനൊരു ടൈം കിട്ടുമ്പോൾ, ഇപ്പൊ എനിക്കറിയുന്ന ഒരു ഫാമിലി, ഞാൻ കുറച്ച് നാൾ കാനഡയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നെയ്ബറായിട്ട് താമസിച്ചൊരു ഫാമിലി, രണ്ടുപേരും സെയിം ജോലി തന്നെയാണ് ചെയ്യുന്നത്. ആ ചേച്ചിയും 9 to 5, ആ ചേട്ടനും 9 to 5 ജോലിയാണ് ചെയ്യുന്നത്.
പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് കുക്ക് ചെയ്യണം, കുട്ടികളെ നോക്കണം. അവർക്ക് 2 കുട്ടികളായിരുന്നുള്ളത്. കുട്ടികളെ നോക്കണം, വീട്ടിലെ കാര്യം മൊത്തം നോക്കണം. പുള്ളിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാം, ചായ കുടിക്കാൻ പോവാം, ബാഡ്മിന്റൺ കളിക്കാൻ പോവാം. സോ ഈ ഒരു ഡിഫറൻസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നേവേ സ്ത്രീകൾക്ക് വളരെ വലിയൊരു ബേർഡൻ ആണ്. അപ്പൊ കാലം എത്ര മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ പറയും നമ്മൾ ഒരുപാട് പുരോഗമിച്ചു, കാലമൊക്കെ മാറി, ഇപ്പൊ സ്ത്രീകളുടെ അവസ്ഥയൊക്കെ മെച്ചപ്പെട്ടു. ഈ രീതിയിലാണ് മെച്ചപ്പെട്ടത്. അവർക്കിപ്പം എന്റെ ഫാമിലി ഭയങ്കര പുരോഗമനപരമായിട്ടുള്ള ഫാമിലിയാണ്, മോഡേൺ ഫാമിലിയാണെന്ന് പറയുന്ന പല വീട്ടിലും അവരുടെ കോൺസെപ്റ്റ് ഓഫ് മോഡേൺ എന്ന് വെച്ചാൽ സ്ത്രീകളെ ഞങ്ങൾ ജോലിക്ക് വിടും, അത് വലിയ കാര്യമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ പാക്കേജ് ആയിട്ട് വരുന്ന ബാക്കി സാധനങ്ങളും എല്ലാം ഒരു ബേർഡൻ ആയിട്ട് വരുന്ന ഈ സ്ത്രീകളുടെ തലയിൽ തന്നെയാണ്. അതുകൊണ്ടും കൂടെയാണ് പലപ്പോഴും ഈ പറയുന്ന നന്നായിട്ട് ഏൺ ചെയ്യുന്ന, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടി പിന്നെ എന്തിനാണ് ഈ പറയുന്ന ബാക്കി സാധനം കൂടെ എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് ചിന്തിക്കുന്നത്. ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അവരാണല്ലോ കൂടുതൽ ഇപ്പൊ നേഴ്സിംഗ് ഒക്കെ പഠിച്ച് പുറത്തു പോകുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തിരിച്ചാ ഇപ്പൊ സംഭവിക്കുക. അതായത് പലരും യൂറോപ്പിലേക്കൊക്കെ പോയാൽ വീട്ടപ്പന്മാരായിട്ട് ജീവിക്കേണ്ടി വരുന്നു, അങ്ങനെയുള്ളൊരു പ്രശ്നവും പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണോ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത് ഇതേ ഒരു അവസ്ഥ നേരെ തിരിച്ചും വരുന്നുണ്ട്. ഇപ്പൊ പ്രഗ്നന്റ് ആവാൻ വില്ലിങ് ആവുന്ന സ്ത്രീകളുടെ എണ്ണവും വളരെ കുറവാണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് നമ്മുടെ എസെൻസിൽ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പ്രവീൺ ഡോക്ടർ. പ്രഗ്നന്റ് ആവാൻ വില്ലിങ് ആവുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു സൈഡിൽ IVF ക്ലിനിക്സിന്റെ ഒക്കെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിലും പ്രഗ്നൻസി റേറ്റ് കുറയുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മേ ബി അവർക്ക് കുട്ടികൾ വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇതിന്റെ കൂടെ പാക്കേജ് ആയിട്ട് വരുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതായത് പുരുഷനും കൂടെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തോ ആ ഒരു പ്രോസസ് സ്ത്രീകൾക്കാണ് ചെയ്യാൻ പറ്റുക ബയോളജിക്കലി. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം ആവുന്നത് ഇസ് നോട്ട് ഗുഡ്. പക്ഷെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. സ്ത്രീകള് എത്ര രാത്രികളാണ് ഉറക്കമൊഴിച്ച് ലൈക്ക് അവരുടെ മാത്രം പണിയായിട്ട് അങ്ങ് മാറാണ്. പിന്നെ കുറച്ച് നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രഗ്നൻസിയുടെ സമയമാകുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയമാകുമ്പോഴത്തേക്കും സ്ത്രീകൾ തിരിച്ച് അവരുടെ വീട്ടിൽ പോകണം. ഹസ്ബൻഡുമായിട്ട് ഒരു 3-4 മാസത്തേക്ക് അവർ കാണുന്നുണ്ടാവില്ല, അവരുടെ വീട്ടിലായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഈക്വലി ഒരു പാർട്ട്ണർ ആവുന്നില്ല അവിടെ ഈ മെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷെ പുറത്തുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല. സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ 2 പേർക്കും ഈക്വലി ലീവ് കൊടുക്കും, അവർക്ക് നോക്കാൻ പറ്റും. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഈക്വലി ഷെയർ ചെയ്യാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ റെസ്പോൺസിബിലിറ്റി ഈക്വലി ഷെയർ ചെയ്യുന്നത് വളരെ വിരളമായിട്ടാണ് കാണാറുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ പെൺകുട്ടികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ഒരുപാട് പെൺകുട്ടികളൊന്നുമില്ല, കുറച്ച് പെൺകുട്ടികളെങ്കിലും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പൊ പൊതുവെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാലുണ്ടല്ലോ കാശുണ്ടാക്കാന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വിവാഹം കഴിക്കാൻ നമ്മൾ ജീവിക്കുന്നത്. ഡെഫിനറ്റ്ലി. കാരണം ഇപ്പൊ നമുക്ക് കുട്ടികളുണ്ടാവുന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, എന്തിനാ നല്ല ജോലി കിട്ടാൻ. നല്ല ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇങ്ങനെ കാശുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു വിവാഹ സമയമാകുമ്പോഴേക്കും മിക്ക ആളുകൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു ഹോം ലോൺ എടുക്കും, ഒരു കാർ ലോൺ എടുക്കും, 1 നില വീടാണെങ്കിൽ 2 നില വീടാക്കും. എന്നിട്ട് ഒരു വശത്ത് ഇത്രയും ലോണുണ്ട്, മറുവശത്ത് നല്ല സ്ത്രീധനവും വാങ്ങി കെട്ടുന്നു, കുട്ടികളുണ്ടാവുന്നു, ഈ മെട്രിക്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണോ നമ്മുടെ ജീവിതം എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്കിങ്ങനെ ഒരു ചട്ടക്കൂടുണ്ട്. ഒരാളെ വിവാഹം കഴിച്ചാൽ ഇനി അയാളെ ജീവിതകാലം മുഴുവൻ ചുമന്നോളണം. ഒന്ന് വിവാഹമോചനം നേടണമെങ്കിലുള്ള പ്രയാസം, അതിപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ പുരുഷന്റെ ഭാഗത്ത് ആണ് ന്യായമെങ്കിൽ പുരുഷന്മാർ പെട്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് ചരിത്രം ഇതുവരെ എത്തിയപ്പോൾ സ്ത്രീകൾ തന്നെയാണ് ഇന്നും ചൂഷണം ചെയ്യപ്പെടുന്നത് കൂടുതലും. അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ വന്നതെങ്കിലും ചിലരിത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് പുരുഷന്മാർക്കും ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഒരു ലിവിങ് ടുഗദർ പോലെയുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വളരെ അത്യാവശ്യമായിട്ട് വരേണ്ടതല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വിവാഹം കഴിച്ചാൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ, ആ ഒരു സിസ്റ്റം അല്ലേ മാറേണ്ടത്? ഡെഫിനറ്റ്ലി. ഇപ്പം ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ വിവാഹ സങ്കല്പം കംപ്ലീറ്റ്ലി പൊളിച്ചു മാറ്റേണ്ട സമയം ഒത്തിരി അതിനൊരു നല്ല ശക്തി പകരുന്നതും മതങ്ങളുമാണ്. അതെ, കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്നു പോകുന്ന ഈ കാര്യങ്ങളെ വിട്ട് പോരാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മതത്തിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചേഞ്ച് ആളുകളെ വല്ലാണ്ട് പേടിപ്പെടുത്തുന്ന ഒന്നാണ്. മാറി ചിന്തിക്കുക എന്നുള്ളത് എന്തോ ഒരു വലിയ പാതകമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ആസ് എ ഇവോൾവിങ് ഹ്യൂമൻ ബീങ് നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 പേർക്കും കുറെ മാറ്റങ്ങൾ വരുന്നുണ്ടാവാം. നമ്മളൊരു പുസ്തകം വായിക്കുന്നു, മാറ്റങ്ങൾ വരും. ഒരു വീഡിയോ കാണുന്നു, മാറ്റങ്ങൾ വരും. അപ്പൊ ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെ ചേഞ്ചിലായിട്ടുള്ള ഒരു
ചേഞ്ചിലായിട്ടാണ് മനുഷ്യന്മാർ മുന്നോട്ട് പോകുന്നത്. ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. അപ്പൊ എനിവേ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ജീവിതം തന്നെ മാരേജിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടാണ് പലപ്പോഴും പോകുന്നത് എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. ഇപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഈ CV ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കും, ജോലി കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം CV എന്ന് വെച്ചാൽ ഓൾ ഓഫ് എ സഡൻ ബിൽഡായി വരുന്ന ഒരു സാധനമല്ല. നമ്മൾ പഠിക്കുന്ന സമയം മുതലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ സർട്ടിഫിക്കേഷൻസ് കൂട്ടണം, ക്വാളിഫിക്കേഷൻസ് കൂട്ടണം, എങ്കിൽ മാത്രമേ ബൈ ദ എൻഡ് ഓഫ് ദ കോഴ്സ് നമുക്കൊരു നല്ല CV കിട്ടൂ. ഇതുപോലെ ഒരു മാട്രിമോണിയൽ പ്രൊഫൈലിൽ ഫിറ്റ് ഇൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് കുഞ്ഞുനാൾ മുതലേ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പലർക്കും. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാൾ മുതലേ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കും, നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നാളെ വേറൊരു വീട്ടിൽ പോയി നിൽക്കേണ്ട കുട്ടിയാണ്. അപ്പൊ അങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്. ഈവൻ എൻ്റെ കസിൻസ് ഒരുപാട് പേരെ എനിക്കറിയാം, അവരോടൊക്കെ ഇപ്പോഴും അവരുടെ വീട്ടിൽ പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് നീ എന്ത് വേണേ ചെയ്തോ. ഇപ്പോൾ എൻ്റെ കൂടെ ചിലപ്പോൾ പുറത്ത് വരുമ്പോൾ ബീച്ചിൽ പോയിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആകുമ്പോഴത്തേക്കിനും പറയും, കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എവിടെ വേണേ പൊക്കോ, ഇപ്പം നീ വീട്ടിൽ നിൽക്കുക. ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇന്നേ ചില പെൺകുട്ടികൾക്ക് ഈ പറയുന്ന പോലെ കല്യാണം എന്ന് പറയുമ്പോൾ ഇതിന്നൊക്കെയുള്ള ഒരു എസ്കേപ്പും കൂടെയാണ്. അവിടെ കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഒക്കെ അവർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലത്തെ അവസ്ഥയെക്കാട്ടി ഫാർ ബെറ്റർ ആണ് പല പെൺകുട്ടികൾക്കും കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം. അപ്പം ഇന്നേ ചില പെൺകുട്ടികൾ അതിന് താല്പര്യം കാണിക്കുന്നതും അതുകൊണ്ടാണ്, ഇതിന്നൊക്കെയുള്ള ഒരു എസ്കേപ്പായിട്ട്. പക്ഷേ ഈ വിവാഹത്തിന് മുൻപ് ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള ഫ്രീഡവും എൻജോയ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വിവാഹം ഒരു ബന്ധനം തന്നെയാണ്, ഇപ്പോഴത്തെ സോ കോൾഡ് വിവാഹം. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യം, വിവാഹം എന്നുള്ളത് കുട്ടികളുടെ മാത്രമല്ല പേരൻസിൻ്റെയും ഒരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതിനകത്താണ്. എസ്പെഷ്യലി ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോഴത്തേക്കിനും ഒരു പേരന്റ് അപ്പം മുതൽ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിന്റെ ഏറിയ പങ്കുള്ള സമ്പാദ്യം ചെലവാക്കി ഈ വിവാഹം നടത്തും. ഈ പറയുന്ന നാട്ടുനടപ്പൊക്കെ അനുസരിച്ചുള്ള വിവാഹം നടത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും കടവാകും. പിന്നുള്ള റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഈ ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ജീവിക്കും. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ജീവിതം ഇങ്ങനെ തീർക്കുന്നത്. പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫാണ്. അവർ ഏൺ ചെയ്യുന്നു, അവർ മറ്റ് സ്ഥലങ്ങൾ കാണുന്നു, അവർ പഠിക്കുന്നു, വളരുന്നു. പക്ഷെ ഇവിടെ വളർച്ചയില്ല, എൻജോയ്മെന്റും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് പലരുടെയും ജീവിതം. ഇതൊരു ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതേ ചിന്തയാണ്. കാരണം ബൈബിളില് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പെൺകുട്ടി ഉണ്ടാകുന്നത് നഷ്ടമാണ്. ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അന്നേ അതാണ് അവിടെ എഴുതി വെക്കുന്നത്. ഇതിന്റെ ഒക്കെ റൂട്ട് അവിടെയാണല്ലോ. അതെ. ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു ലിവിങ് ടുഗദറിൽ ജീവിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരാളുടെ കൂടെ 5 വർഷം ജീവിച്ചു, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിൽ പോലും ഓക്കെ, നമുക്ക് പിരിഞ്ഞിട്ട് വേറെ ആളെ ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ എന്തോ വലിയ തെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഇത് മതത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ആളുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പുരോഗമനവാദികൾ അവർ ശരിയല്ല, അവർ വഴിതെറ്റിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുക. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്വതന്ത്ര ചിന്തയുള്ള, അല്ലെങ്കിൽ പുരോഗമന ചിന്തയുള്ള, അല്ലെങ്കിൽ ഒരേ മനസ്ഥിതി ഉള്ളവർ ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുവാണ് എന്ന് തന്നെ വിചാരിക്കുക. നിയമങ്ങൾ ഇവിടെ അനുവദിക്കുന്നില്ല ഇതിന്. ഇപ്പോൾ ലിവിങ് ടുഗദറിൽ ഒരു പുരുഷനും സ്ത്രീ ഒരുമിച്ച് ജീവിക്കുവാണെന്ന് വിചാരിക്കുക. പുരുഷൻ ഈ ബന്ധം അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ സ്ത്രീക്ക് വേണമെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാം, അയാൾ അകത്താവും. നേരെ മറിച്ച് സ്ത്രീക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഏതൊരു പുരുഷന്റെയും നമ്മുടെ ഇന്ത്യയിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടി നൽകുന്ന ഒരു വ്യാജ പരാതി, അതിന്റെ മതി. അത് പെൺകുട്ടിക്ക് പേര് പറയണ്ട, അല്ലെങ്കിൽ ഇനി അവരുടെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്തായിരിക്കും മീഡിയയിൽ കാണിക്കുന്നത്. പക്ഷേ ഈ വിക്ടിം, അല്ലെങ്കിൽ അയാൾ പ്രതിയാണോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, അയാളുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ അയാളുടെ ജോലി പോകുന്നു, അല്ലെങ്കിൽ അയാൾ കുടുംബത്തിൽ അവഹേളിക്കപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. എന്നിട്ട് ഒരുപാട് വർഷങ്ങൾ കേസ് നടത്തിയിട്ട് ഇയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും തിരിച്ച് ഇയാളൊരു കേസ് കൊടുത്താൽ ഈ പെൺകുട്ടിക്കെതിരെ ഒരു FIR പോലും അങ്ങനെ എഴുതപ്പെടുന്നില്ല. ഇപ്പൊ ഈയിടെ തന്നെ കേട്ടതാണ്, ഒരു അധ്യാപകനെതിരെ വ്യാജ പരാതിയായിരുന്നു എന്ന് ഒരാൾ കുമ്പസാരിക്കുന്നത് പോലെ പറഞ്ഞു. ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല, നേരെ മറിച്ച് അയാൾ ജയിലിൽ പോയി അയാളുടെ കുടുംബം നേർന്നു എന്നൊക്കെയുള്ളൊരവസ്ഥ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മാറേണ്ടത് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നിയമങ്ങൾ മാറ്റണമല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രീടം എഗ്രിമെന്റുകൾക്ക് ഒരു വാലിഡിറ്റി കൊണ്ടുവരണം. ഇപ്പൊ നമ്മളൊന്നിച്ച് ജീവിക്കുകയാണെന്ന് വിചാരിക്കാം, നമ്മളൊരു എഗ്രിമെന്റ് വയ്ക്കുന്നു, ഇത്ര വർഷം അല്ലെങ്കിൽ നമുക്ക് കുട്ടികളുണ്ടായാൽ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് ഇന്നയാൾ ഇങ്ങനെയായിരിക്കും കൊടുക്കുക. ഇത് വികസിതമായ പല രാജ്യങ്ങളിലും ഇതിന് വാലിഡിറ്റി ഉണ്ട്. ഇവിടെ ഇത് എഴുതി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലിവിങ് ടുഗദറിനെ പറ്റി നമ്മൾ സംസാരിച്ചു, അപ്പോൾ അത് പറഞ്ഞാണ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ലിവിങ് ടുഗദർ എങ്ങനെയാണ് നോർമൽ കല്യാണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ
സോ കോൾഡ് മാരേജിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നതെന്ന് പലരും ചോദിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരുമിച്ച് ജീവിക്കാമെങ്കിൽ എന്നാൽ പിന്നെ ഒന്ന് രജിസ്റ്ററും കൂടെ ചെയ്തൂടെ എന്ന് ചോദിക്കും. ഈ ഒരുമിച്ച് ജീവിക്കാൻ എടുക്കുന്ന ആ ഒരു തീരുമാനം തന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു മൂവാണ്. അതായത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അവരുടെ ജീവിതത്തിന് മേൽ അവർക്ക് നല്ല റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പലർക്കും അത് ഇല്ലാണ്ട് പോകുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പലപ്പോഴും പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ മാട്രിമോണിയൽ പ്രൊഫൈൽ വരെ തുടങ്ങുന്ന പേരൻസ് ആണ്. അവരാണ് ഇത് നോക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള വരനെയോ വധുവിനെയോ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ പോട്ടെ അതിന്റെ കൂടെ ജോത്സ്യന്മാരും പറയും. ആ ജോത്സ്യന്മാർക്കുള്ള ഒരു സേ പോലും സ്വന്തം ജീവിതത്തിൽ ഇവർക്ക് ഈ വ്യക്തികൾക്കില്ല. അങ്ങനെ സ്വന്തം ജീവിതത്തിൽ സേ ഉള്ള വ്യക്തികളാണ് ഈ പറയുന്ന പോലെ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അത് തന്നെ ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. സെക്കൻഡ് തിങ് ഇസ് നോർമൽ കല്യാണമാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ സൊസൈറ്റി, ഇതെല്ലാം കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വലിയ ഗ്രാൻഡ് സാധനമായിരിക്കും ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നി അവർക്കൊന്ന് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ പോലും ഈ നാട്ടുകാരെ മൊത്തം ബോധിപ്പിക്കണം, ബന്ധുക്കളെ മൊത്തം ബോധിപ്പിക്കണം. ഇവരെല്ലാം വന്നിരുന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തും. പക്ഷേ ലിവിങ് ടുഗദർ ആകുമ്പോൾ നമ്മളായിട്ട് ചൂസ് ചെയ്ത ഒരു ഡിസിഷനാണ്, നമ്മളെടുത്ത തീരുമാനമാണ്. അത് തെറ്റിപ്പോയാലും ഏതാണേലും തെറ്റിപ്പോവാൻ, തെറ്റല്ല അത്, മേ ബി അറ്റ് സം പോയിന്റ് നമുക്ക് വോക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു തോന്നൽ വന്നേക്കാം, അതിനുള്ള കാരണങ്ങൾ ഉണ്ടായേക്കാം. ആ സമയത്ത് ആ ഒരു ഡിസിഷൻ എടുക്കാൻ കുറച്ചും കൂടെ ഫ്രീഡം എനിക്ക് തോന്നുന്നു, ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ ഫ്രീഡം ഉള്ളത് ഈ ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ്. ഇനി അതാണ് എൻ്റെ ഒരു സോഷ്യൽ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ലീഗൽ അഡ്വാൻറ്റേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പുരുഷന്മാർ, ഈ നിയമങ്ങളെല്ലാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് നെഗറ്റീവായിട്ട് പ്രശ്നമല്ല, സ്ത്രീകളുടെയും പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് അർഹിക്കുന്ന സ്ത്രീകൾ ഇതെടുത്ത് ഉപയോഗിക്കുന്നില്ല. ഹൈക്കോർട്ട് തന്നെ ഒരു നിരീക്ഷണം കുറച്ചടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 498A കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസസിൽ 80% ഫേക്ക് കേസസ് ആണ് എന്നുള്ളത്. 498A കാര്യം അറിയാം. ഡൊമസ്റ്റിക് വയലൻസിന്റെ പണ്ടെന്ന് പറഞ്ഞാല് ജാമ്യം ഇല്ലാതെ അല്ലെങ്കിൽ പോലീസിലേക്കൊന്ന് കോൾ ചെയ്താല് ഭർത്താവിന്റെ വീട്ടുകാർ ഉൾപ്പെടെ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പോയി നിൽക്കണം. അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം മറ്റേ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോ കുറച്ച് ഒരു പ്രീ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, എന്നിട്ടേ ചെയ്യാവൂ എന്നൊക്കെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെ, പക്ഷെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. ഇപ്പൊ നാളെ ഞാൻ ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ജൂഡിനെ ഡെഫിനറ്റ്ലി അത് എഫക്ട് ചെയ്യും. കരിയർ ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ. അതെ, സോ എന്ന് വെച്ച് ഈ നിയമങ്ങളൊന്നും നമുക്ക് മാറ്റി നിർത്താനും പറ്റത്തില്ല. സ്ത്രീകൾക്ക് ഇത്തരം നിയമങ്ങൾ ആവശ്യമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ ദുരുപയോഗവും അവരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പൊ നമുക്കറിയാം പല കേസുകളിലും ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് അലിഗേഷൻ വരുമ്പോൾ ഒരാള് ഫേക്ക് അലിഗേഷൻ പറഞ്ഞാൽ പോലും ബാക്കിയുള്ള കേസുകളുടെ ക്രെഡിബിലിറ്റിയും കൂടിയാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഇതും ഫേക്ക് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഇത് ഇന്ന് നമ്മുടെ നിയമസമ്പ്രദായം അത്ര എക്യുപ്ഡ് അല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാനെന്ന് തോന്നുന്നു. ഒന്നും കൂടി ഇതൊക്കെ എന്താ പറയുക, ഉടച്ച് വാർക്കേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി ആളുകളുടെ പെർസ്പെക്റ്റീവ് മാറേണ്ടതുണ്ട്. നിയമം അത്ര മാറിയെന്ന് പറഞ്ഞാലും അവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ പ്രോഡക്റ്റ് ആണല്ലോ. അതിപ്പോ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അതായത് ഇപ്പൊ ഒന്ന് ജീവിക്കാൻ പോകുന്നവർ രണ്ടുപേരും നാട് വിടുക, ന്യൂസിലാൻഡിൽ ഓസ്ട്രേലിയയിൽ, അവിടെ ഇത് അങ്ങനെ തന്നെയാണെന്നല്ല പറഞ്ഞേ, അവിടെ പോയി സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്തിട്ട് എന്നിട്ട് ഒരു ഫ്രീഡം എഗ്രിമെന്റ് വെച്ചിട്ട് ജീവിക്കും. ഇപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ലിവിങ് ടുഗദറിൽ ജീവിക്കുന്നു, എന്നിട്ട് അത് പാളിപ്പോയെന്ന് വിചാരിക്കുക. ആളുകൾ അതെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറയും. നേരെ മറിച്ച് എത്രയോ വിവാഹ ബന്ധങ്ങള് പലതും അഡ്ജസ്റ്റ് ചെയ്ത്, അത് ഈ നിയമത്തിന്റെ കുരുക്കൊണ്ടും കൂടെ തന്നെയാണ് പലരും മുന്നോട്ട് പോകുന്നത്. അത് ഈ പറയുന്ന പോലെ വീട്ടില് പ്രസവിച്ചിട്ട് മരിക്കുന്നു എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ എന്താ മരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണത്. നമ്മൾ ഈ മാരേജിനെ പറ്റി സംസാരിക്കുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെ വോക്ക് ഔട്ട് ആവുന്നതിനെ പറ്റി സംസാരിക്കേണ്ടത്. അതും സൊസൈറ്റി വളരെ മോശമായിട്ടാണ് നോക്കിക്കാണാറുള്ളത്. ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പോഴേക്കും അതിനും നമ്മുടെ സൊസൈറ്റി ഒട്ടും എക്യുപ്ഡ് അല്ല ആക്ച്വലി. ഇപ്പം ഒരു ഡിവോഴ്സി ആണ് എന്നൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ അപ്പുറത്തിരിക്കുന്ന ആൾ പറയുന്നത് ഓ ഐ എം സോ സോറി എന്നായിരിക്കും. അതിന് ആ ഒരു സോറി പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഗുഡ് തിങ് എന്നുള്ള കാര്യം പെർസീവ് ചെയ്യാൻ ആളുകൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ജീവിതകാലം ഇപ്പൊ നമ്മുടെ തൊട്ട് മുന്നത്തെ ഒരു ജനറേഷൻ യൂറോപ്പിൽ ഒരു പ്രശ്നമല്ല. അതെ അല്ലേ? അതെ. അവര് ഈ പറയുന്ന പോലെ അവര് പ്രപ്പോസ് ചെയ്യുമ്പോ പോലും നേരത്തെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പോലും പിന്നീടായിരിക്കും പറയുന്നത്. അവരത് പ്രതീക്ഷിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ നമ്മുടെ മലയാളം ഭാഷയിൽ അയിന് എന്നുള്ളൊരു. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് ആയോ അതൊരു വലിയ പ്രശ്നം. ഡിവോഴ്സ് ആയവർക്ക് വേറൊരു മാട്രിമോണി അങ്ങനെയൊക്കെയുള്ള. അപ്പൊ
അത്രയും ഒരു പ്രശ്നമുള്ള കാര്യമായിട്ടാണ് ആളുകൾ നോക്കി കാണുന്നത്. പക്ഷെ സഹിച്ച് ജീവിതം മുഴുവൻ നരകമാക്കി സമൂഹത്തെ ബോധിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ. അതെ, ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മോൾ ആ സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് അവിടെ നിൽക്കുന്നത്, അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവൾ സഹിച്ച് നിൽക്കുകയാണ്. ഐ മീൻ അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി കാണുന്നത്. അങ്ങനെ സഹിച്ച് നിന്ന് കഷ്ടപ്പെട്ട ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ആ പാടെ നമുക്കൊരു ഒറ്റ ലൈഫേ ഉള്ളൂ. അതിപ്പോൾ ആൺകുട്ടികളുടെ കാര്യമായിക്കോട്ടെ പെൺകുട്ടികളുടെ കാര്യമായിക്കോട്ടെ. അപ്പം നമുക്കത് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ then what is the point? ഇപ്പൊ ജീവിതകാലം മുഴുവൻ സഹിച്ച് കടിച്ചു പിടിച്ച് ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അവസാനം നമുക്ക് പ്രത്യേകിച്ച് അവാർഡൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോ എന്തുകൊണ്ട് ഈ പറയുന്ന പരലോകത്ത് കിട്ടും എന്നുള്ളൊരു അതെ, എന്തുകൊണ്ട് ഈ സെപ്പറേഷനെയൊക്കെ നമുക്ക് അത്ര നോർമൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് അതുപോലെ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സിംഗിൾ ലൈഫ് ജീവിച്ചാൽ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലത് ഒരു പുരുഷൻ അതാണ്. പുരുഷന് മാത്രമല്ല സ്ത്രീക്കും അതാണെന്നാണ് എനിക്ക് ഞാൻ പുരുഷനായതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയായിരിക്കും, ഇയാൾ സ്ത്രീ ആയത്. അതെ, പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പൊ നമുക്ക് നല്ല ഇൻകം ഉണ്ട്, നമുക്ക് ഒരു കുറ്റം ആർക്കും പറയാനില്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഒരു പ്രായം കഴിഞ്ഞിട്ട് വിവാഹം ചെയ്തില്ലെങ്കിൽ അയാൾക്കൊരു എന്താ പ്രശ്നം, അല്ലെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ അവന് കൊമ്പത്തെ ഡിമാൻഡാണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റി സമ്മതിക്കുന്നില്ല സിംഗിൾ ലൈഫ് ജീവിക്കാൻ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പരിഹാരമാണ്, എങ്ങനെയെങ്കിലും പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ഏതെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. പക്ഷെ ഇവിടെയും കാണുന്ന എന്താണ്, ആളുകൾ പുറത്തേക്ക് പോകുന്നത്, ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ? കല്യാണം കഴിക്കാൻ. അവരുടെ മാട്രിമോണിയിൽ ഒരു ആഡ് ഓൺ പോയിന്റ് ആണ് അത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിയാണ്, നമുക്കിവിടെ അത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമായിട്ടാണ് നമ്മുടെ സൊസൈറ്റിക്ക്. ഈ ആനന്ദിക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ വല്ലാത്ത ചൊറിച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ. ആര് സന്തോഷിച്ചുകൂടാ? ആളുകൾക്ക് എന്താണെന്നറിയോ, എന്റെ ജീവിതം ഇങ്ങനെയായി, അതെ, അതുപോലെ തന്നെ അവന് നിന്നോളാം. അവന് ഏതെങ്കിലും തരത്തില് അവൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നിസ്സാര ഒരു കാര്യം പറയാം, ഇപ്പൊ നമ്മളിപ്പോ ഈ ദേവാലയങ്ങളിൽ പോലും അവിടെയുള്ള ഏതെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കുകയോ ഇത്തിരി കുറച്ചധികം ഇടപെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതങ്ങ് സഹിക്കുന്നില്ല. ഇത് ചെറുപ്പം മുതലേ ഉള്ള പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ പെൺകുട്ടികളെ ഒരു വശത്തും ആൺകുട്ടികളെ വേറെ വശത്ത് വരുത്തിയെ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ നല്ല രീതിയിൽ മാറ്റമുണ്ട്. പക്ഷേ സ്റ്റിൽ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോഴും ടീച്ചേഴ്സ് ഒരു ഗേളും ബോയും കൂടി ഒരുമിച്ച് നടന്നാൽ കുറെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിൽ ഒരു ടോക്ക് ആയിരിക്കും അത്. അവര് തമ്മിൽ എന്തോ ഉണ്ട്, അവര് തമ്മിൽ എന്താണെങ്കിൽ നമുക്ക് എന്താ, ക്ലാസ്സിനകത്ത് അവർ എന്ത് ചെയ്തു എന്ന് മാത്രം ടീച്ചേഴ്സ് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അവരെ ഇടപെട്ടാൽ എന്താ പ്രശ്നം? ആർക്കാണ് പ്രശ്നം? അതെ, അവരുടെ ലൈഫ്, അവർക്ക് ഇഷ്ടമുള്ളത്. ഇങ്ങനെ എഴുതപ്പെടാത്ത കുറെ നിയമങ്ങള് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവര് സ്വതന്ത്ര ചിന്ത, നിരീശ്വരവാദി, ഓക്കെ ഇപ്പൊ പിടികിട്ടിയല്ലോ. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു ഈ അടുത്തിടയ്ക്ക്, വിവാഹ ഏറെക്കുറെ സെയിം ടോപ്പിക്കാണ്. അതിന്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ ഫണ്ണി കമന്റ്സ് ആണ്. അവർ ഭയങ്കര ഇമോഷണലി ഇടുന്ന സാധനമാണെങ്കിൽ നമുക്ക് ചിരി വരും. ലൈക്ക് ഇവളുടെയൊക്കെ ജീവിതം പണ്ടാരം അടങ്ങിയിരിക്കുകയാണ്, അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം കൂടി തകർക്കാനാണ് ഇത്തരത്തിലുള്ള ടോക്ക് നടത്തുന്നത് എന്നുള്ള രീതിയിൽ. ആളുകൾക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ചിന്തയെ അങ്ങോട്ട് അവരെ തുറന്നു വിടത്തില്ല. അവരിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കോ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ പ്രധാന തടസ്സം ഈ മതങ്ങളാണ്. ഈ ബാലർമ കളിക്കുടുക്ക കഥകൾ വിശ്വസിച്ചാണ് ആള് ഏത് മതം എടുത്തോ. ഇന്ന് ലോകത്തുള്ള ഏത് മതം എടുത്താലും ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒരു ബാലർമ കഥയ്ക്ക് അപ്പുറമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ആളുകൾക്ക് അത് വിശ്വസിക്കുന്ന ആളുകളോട് പിന്നെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ മനുഷ്യരല്ലേ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു ഇപ്പൊ നല്ല ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് ആളുകൾ പറയുമ്പോഴും ഞാനിപ്പോ അതൊരു നല്ല മാറ്റമായിട്ട് കരുതുന്നത്, ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും നന്നായിട്ട് ഇടപെടാനും അല്ലെങ്കിൽ പ്രണയിക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ഒരു മോശം കാര്യമാണ് എന്നുള്ള അത്രയും നാള് നമ്മളിതൊന്നും അറിയാതെ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അറിയാതെ പെൺകുട്ടി അറിയാതെ നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വിവാഹം കഴിക്കുക അല്ലേ? നമ്മൾ ബയോളജിക്കലി ചിന്തിച്ചാൽ പോലും നമുക്ക് ഇതിനൊക്കെയുള്ള ചിന്തകൾ എപ്പോഴാണ് തോന്നുന്നു? ഞാൻ പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ രീതിയിൽ തന്നെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിൽ മുതലേ നമ്മൾ ഇവരെ രണ്ടുപേരും രണ്ട് കാറ്റഗറി ആയിട്ടാണ് വളർത്തുന്നത്. വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും പെൺകുട്ടികൾക്ക് ഇപ്പോഴും ആ സാധനം ഉണ്ട്. കോളേജിലായിക്കോട്ടെ എല്ലായിടത്തും ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല. ഇപ്പോൾ
എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യം, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല കുറച്ച് ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറും, അവരുടെ ചിന്താഗതി മാറും, അവരുടെ പെർസ്പെക്റ്റീവ് മാറും. വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലേണിങ്ങിനെക്കാട്ടി കൂടുതൽ ഈ പറയുന്ന പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും അവർക്ക് കിട്ടാൻ പറ്റുക. അപ്പോൾ അതിനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. എന്നിട്ട് ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ കുട്ടികളെ ഇങ്ങനെ പൂട്ടി വെച്ചാണ് വളർത്താറുള്ളത്. അവരെ ഒന്ന് സ്വപ്നം കാണാൻ, അവരെ ഒന്ന് പ്രണയിക്കാൻ, ഇതിനൊന്നും നമ്മൾ സമ്മതിക്കില്ല. പലപ്പോഴും പല പെൺകുട്ടികൾക്കും അവരുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ മാരേജിലായിരിക്കും എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാരേജ് ആയിരിക്കും അവരുടെ ഫസ്റ്റ് ആ ഒരു പാർട്ട്ണർ ആയിരിക്കും അവരുടെ ഫസ്റ്റ് ലവർ എന്ന് പറയുന്നത്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് വേണ്ടത് ഒരു പാർട്ട്ണർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. മേ ബി അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആവുന്നുണ്ടാവും, പക്ഷെ ഇതിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത്ര നാളും ഇപ്പോഴും ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഒരു പെൺസുഹൃത്ത് എന്താണെന്നോ ആൺ സുഹൃത്ത് എന്താണെന്നോ അറിയാതെയാണ് പലരും ഇപ്പോഴും ജീവിക്കുന്നത്. അതെ, എന്തുകൊണ്ട്? ഏതെങ്കിലും ജീവജാലങ്ങൾ ഇങ്ങനെ ഉണ്ടോ മനുഷ്യനല്ലാതെ? നമ്മളിങ്ങനെ സൂവിലൊക്കെ പോകുമ്പം രണ്ട് ജീവികളെ രണ്ട് കൂട്ടിലിട്ടേക്കുന്ന പോലെയാണ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണുന്നത്. അവരെ ഈ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാത്തതിൻ്റെയാണ് ഈ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവാഹം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു, അവരെ വളർത്തുന്നു, അവരെ വിവാഹം കഴിപ്പിക്കുന്നു, അല്ലേ? വിവാഹത്തോടു കൂടി പേരൻസ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വേണ്ടി തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത് തന്നെയാണ് അവരുടെ പിന്നീടുള്ള സമ്പാദ്യം മുഴുവൻ. നേരെ മറിച്ച് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നോക്കിക്കുക, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുണ്ടാവുന്നു, ഒരു ചെറിയ പ്രായമാകുമ്പോൾ തന്നെ അവരെ പാർട്ട് ടൈം ജോലിക്കൊക്കെ അവിടെ വിടുന്നുണ്ട്, അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയ പ്രായത്തിൽ അവർ റിലേഷനിലാവുന്നതിൻ്റെ ഒരു കാരണം അങ്ങനെ ആവണം, എങ്കിലേ ഇവർ മാറുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് മാറുള്ളൂ. പിന്നെ അവർ അവരുടെ കാര്യം നോക്കിക്കോളും, ഒരു പരിധി വരെ നോക്കുക. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇവർക്കല്ല, അവർക്ക് ശരിക്കും അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ പേരൻസിന് പിന്നെ അവരുടെ കാര്യം അവർക്ക് വേണ്ടി സമ്പാദിക്കാം, അവർക്ക് യാത്രകൾ ചെയ്യാം. അവസാന സമയത്ത് നമ്മുടെ അടുത്ത വൃദ്ധസദനം പോലെയല്ല, നല്ല ഓൾഡ് ഏജ് ഹോമുകളിൽ പോയിട്ട് അവരുടേതായ രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചു മരിക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പിള്ളേരെ ഉണ്ടാവുന്നതിന്റെ തന്നെ ഒരു റീസൺ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ നമ്മളെ നോക്കുമല്ലോ എന്നുള്ളൊരു നോഷന്റെ പുറത്താണ്. നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ജനറേഷനെ ഉണ്ടാക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഈ മാരേജിന്റെ കാര്യം പറയുമ്പോൾ എത്ര പേര് നോക്കുന്നുണ്ട് നന്നായിട്ട്? അതെ, അതെ. 2 ഗുളികയും കുറച്ച് കഞ്ഞിവെള്ളം കൊടുത്താൽ അതാണ്, അതിനു വേണ്ടിയിട്ടാണോ ജീവിതകാലം മുഴുവൻ ഇത് ചെയ്തത്? അതെ, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് നല്ലതുപോലെ. ഇപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളെ വയസ്സാം കാലത്ത് നോക്കാൻ ആരെങ്കിലും, ഇപ്പൊ ഞാൻ വിവാഹം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങള് ലിവിങ് ടുഗദറിൽ ജീവിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ വേണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ അപരാധം ചെയ്യുവാണ്. നേരെ മറിച്ച് അപ്പൊ അവര് പറയണ എന്താ, നിങ്ങളെ വയസ്സായി കഴിഞ്ഞാൽ ആര് നോക്കും എന്നാ പറയുന്നത്. അതാ, ഇപ്പോ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ട് കുട്ടികൾ വേണ്ടാന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ സൊസൈറ്റി നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അപ്പൊ നിനക്ക് അനന്തരാവകാശികൾ വേണ്ടേ? നിന്റെ ആ ഒരു പാരമ്പര്യം എങ്ങനെ നിലനിർത്തും? ഇതൊക്കെ ഇപ്പോഴും ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണെന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. ഈ ഒരു 21ാം നൂറ്റാണ്ടിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. അതേസമയം ഇതേ കാലഘട്ടത്തിൽ മറ്റ് പല രാജ്യങ്ങളിലും ആളുകൾ ജീവിക്കുന്ന അവരുടെ ജീവിതം എൻജോയ് ചെയ്തിട്ടാണ്. അവർ ഏൺ ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ അവർ ഏൺ ചെയ്യുന്ന സമ്പാദ്യം അവർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടാണ്. ഡെഫിനറ്റ്ലി കുട്ടികളെ ഒരു പരിധി വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ എങ്കിലും സ്വന്തം ജീവിതം ജീവിക്കണ്ടേ? സ്വന്തം ജീവിതം ജീവിക്കാത്ത രക്ഷകർത്താക്കളെ കണ്ട് ജീവിക്കരുത്, സ്വന്തമായിട്ട് സന്തോഷിക്കരുത്, ആനന്ദിക്കരുത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ത്യജിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ളതാണ്. അത് കണ്ടാണ് നെക്സ്റ്റ് ജനറേഷൻ വളരുന്നത്. അവരും ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ സൈക്കിള് പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരാളൊന്ന് മാറി ചിന്തിച്ചാൽ വലിയ പ്രശ്നമാണ്. നമ്മള് പാശ്ചാത്യരുടെ സംസ്കാരം മികച്ചതാണെന്ന് പറയുമ്പോൾ അവരുടെ മോശം കാര്യങ്ങളൊക്കെ നമ്മൾ അനുകരിക്കുന്നുണ്ട്. എക്സാക്ട്ലി. പിന്നെ നമുക്ക് ഇന്നവേ ഗുണം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ടെക്നോളജി നമുക്ക് ഒരുപാട് ചേഞ്ച് കൊണ്ടുവന്നു. ആ ചേഞ്ച് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് ഹൈ എൻഡ് ടെക്നോളജിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വന്നിന്ന് പോസ്റ്റ് ഇടുന്നത് നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം, ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതെ, അവിടെ ജീവിക്കണം, അല്ലേ? അതെ. UK-ലാണ്, ജർമ്മനിയിലാണ്, കാനഡയിലാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓക്കെ ആയി. പക്ഷെ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിവിടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരുന്നതിനേക്കാളും അവരുടെ ഒരു സംസ്കാരം ഇവിടെ കൊണ്ടുവരും. അപ്പൊ തന്നെ പാതി പ്രശ്നം തീർന്നല്ലോ. പക്ഷെ അതൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. നമുക്കതൊക്കെ അതുപോലെ കുട്ടികൾ വേണ്ട എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വിവാഹം കഴിച്ചാൽ പോലും, ഇപ്പൊ എനിക്ക് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതായത് ആൺകുട്ടിയാണെങ്കിലും ഇന്ന് പെൺകുട്ടിയാണെങ്കിലും ജോലി ആയില്ലേ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേരെ അലട്ടുന്ന ഒരു കാര്യമാണ്. വിവാഹമായില്ലേ?
അത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടി വിവാഹമായില്ലേ? പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്തെ ചോദ്യമാണ്, വിവാഹം കഴിച്ചിട്ടും കുട്ടികളായില്ലെങ്കിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നാട് വിട്ടുപോയ ഒളിച്ചോടി പോയ ആളുകൾ എനിക്കറിയാം. അപ്പോ അങ്ങനെ ഇരിക്കെ നമ്മൾ ഇപ്പൊ ഒന്നിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നു, കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ വലിയ അപരാധം പോലെയാണ്. അപ്പൊ എങ്ങനെ നമ്മുടെ നാട്ടില് ഇപ്പൊ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ആളുകൾ മുന്നോട്ട് പോകും? അതിനൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടോ? ശരിക്കും പറഞ്ഞല്ലേ, നമ്മൾ ഈ മാരേജിനെ പറ്റി സംസാരിക്കുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് ഈ പേരന്റിങ്ങിനെ പറ്റിയും കുട്ടികളെ പറ്റിയിട്ടും സംസാരിക്കേണ്ടത്. ഇന്ന് ഈ കുട്ടികളെ വളർത്തുന്നതിൽ ഒരു 50% മുകളിലും യഥാർത്ഥത്തിൽ പല കുട്ടികളും ഒരു ടോക്സിക് പേരന്റിങ് നേരിടുന്നുണ്ട്. ഈ സമൂഹം എങ്ങനെയാണ് ഇതെല്ലാം അടിച്ചേൽപ്പിച്ച്? ഈ കുട്ടികളൊന്നും സ്വർഗത്തിലല്ല ജീവിക്കുന്നത്. സമൂഹം മോശമാകുന്നത് അതുകൊണ്ടാണ്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. രണ്ട് കുട്ടികൾ ഉണ്ടാവുക, ഇവരുടെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ഈ കുട്ടികളുടെ ഇന്നും ഈ സമൂഹത്തിലുള്ള മിക്ക പ്രശ്നങ്ങളും ഒരു വ്യക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറുപ്പകാലത്ത് അനുഭവിച്ചിട്ടുള്ള, പേരൻസിന്റെ ഭാഗത്തു നിന്ന് അനുഭവിച്ചിട്ടുള്ള ടോക്സിക് പേരന്റിങ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? മാതാപിതാ, ഗുരു, ദൈവം. ആരും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ. അതെ. ഇപ്പോൾ ഈ പേരന്റിങ്ങിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കപ്പിളും ഒന്ന് ചിന്തിക്കാതെ അവർ മെന്റലി പ്രിപ്പയർഡ് ആണോ, ഫിനാൻഷ്യലി ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ അവർ എക്യുപ്ഡ് ആണോ, ഇതൊന്നും ഹെൽത്ത് വൈസ് അവർ ഓക്കെ ആണോ, ഈ 3 കാര്യങ്ങളും നോക്കാതെയാണ് പേരന്റിങ്ങിലോട്ട് പലരും ജമ്പ് ചെയ്യുന്നത്. ഈ പ്ലാൻഡ് പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയെ നമ്മുടെ നാട്ടിലില്ല. ഇതൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. കല്യാണം കഴിച്ച ഉടനെ കൊച്ചാവണം, അതാണല്ലോ നാട്ടു നടപ്പ്. ഒരു നിസ്സാര കാര്യം, വിവാഹത്തിന് മുമ്പ് HIV ടെസ്റ്റ് നടത്തുന്ന എത്ര പേരുണ്ട്? ജാതകം നോക്കും, പൊരുത്തമുണ്ടോ നോക്കും. പക്ഷെ ഇതൊന്നും നോക്കത്തില്ല. അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുവോ? അല്ലെങ്കിൽ വിവാഹത്തിന് തൊട്ട് ശേഷമായിരിക്കും ചിലർക്ക് ക്യാൻസർ 3rd സ്റ്റേജ് ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് ഒക്കെ മുമ്പേ ഉണ്ടായിരിക്കാം. നമ്മളൊരു വിവാഹം തുടങ്ങുമല്ലേ? അതെ, അതൊരു കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവുമല്ലോ. ഇതൊന്നും നമ്മുടെ കൺസേണിലേ വരുന്ന കാര്യമല്ല. അപ്പൊ ഈ പേരന്റിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇത്രയും എക്യുപ്ഡ് അല്ലാണ്ടാണ് പല കുട്ടികളും ഈ ഭൂമിയിലോട്ട് വരുന്നത്. എന്നിട്ട് പേരൻസിന്റെ ജീവിതത്തിലുള്ള അസംതൃപ്തിയും അവർക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങളും ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് പല പേരൻസും പിള്ളേരെ ഉപയോഗിക്കുന്നത്. അത്രയും സ്ട്രെസ്സാണ് പല കുട്ടികൾക്കും ഉള്ളത്. ഈ കോളേജിലൊക്കെ പഠിക്കാൻ വരുന്ന പല കുട്ടികളെ നമുക്ക് കണ്ടാൽ അറിയാം, അത്രയും ചൈൽഡ്ഹുഡ് ട്രോമ അവർ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവർ അനുഭവിക്കുന്നുണ്ട്. പേരൻസിനും അല്ലെങ്കിൽ നാട്ടുകാർക്കും കൊച്ചുണ്ടായാൽ മതി, ആ കൊച്ചു എങ്ങനെ വളർന്നു വരുന്നു, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, ഇതൊന്നും നമ്മുടെ കൺസേണേ അല്ല. കൊച്ചുണ്ടോ, ഓക്കെയാണ്. ലൈക്ക് ഒരു ഫാമിലി ഫോട്ടോ പോലെയാണ്. ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 പിള്ളേർ, എങ്കിൽ ഹാപ്പി ഫാമിലി. അതിന്റെ അകത്ത് നടക്കുന്ന എന്താ കാര്യം എന്ന് ആരും അന്വേഷിക്കുന്നില്ല. അവർ ഹാപ്പി ആണോ എന്ന് അന്വേഷിക്കുന്നില്ല. മേ ബി ആ ഭാര്യ അവിടെ ഹാപ്പി ആവണമെന്നില്ല, ഹസ്ബൻഡ് ആ റിലേഷനിൽ ഹാപ്പി ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ മുന്നത്തെ ജനറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാലങ്ങളോളം ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, എന്നിട്ട് ചിലർ പറയും, ഇപ്പോഴും ചിലർ പറയുന്നുണ്ട്, പിള്ളേർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത്. ഇങ്ങനെ ബ്രോക്കൺ ഫാമിലിയിൽ അച്ഛനും അമ്മയും അടിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വളരുന്ന കുട്ടികളെക്കാട്ടി ഫാർ ബെറ്റർ ആണ് ഒരു സിംഗിൾ പേരന്റ് വളർത്തുന്ന കുട്ടി. അതെ. പക്ഷെ ആ ഒരു ചിന്താഗതി ഒന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അങ്ങോട്ട് എടുത്തിട്ടില്ല ആളുകൾ. അത് വളരെ വലിയൊരു പ്രശ്നമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും വിവാഹം വേണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനൊന്നുമല്ല, വിവാഹം കഴിച്ച് സക്സസ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, വിവാഹം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം ക്ലിയർ ചെയ്യണം. വിവാഹം 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ലീഗലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ 2 ഒപ്പിന്റെ മാത്രം ആവശ്യം മതി, വേറെ ഒന്നുമില്ല. ഈ പറയുന്ന ഡൗറിന്റെ ആവശ്യമില്ല, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുള്ള ഗ്രാൻഡ് ഫംഗ്ഷന്റെ ആവശ്യമില്ല, അത്രയും പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക, ജസ്റ്റ് 2 സൈൻ, അത്രേ ഉള്ളൂ മാരേജ്. ആൻഡ് ഈ പറയുന്ന പോലെ മേ ബി അത് വർക്ക്ഔട്ട് ആവാം, വർക്ക്ഔട്ട് ആവത്തില്ലായിരിക്കാം, അത് അവരുടെ പേഴ്സണൽ കാര്യം മാത്രമാണ്. നാട്ടുകാരുടെ ഇൻവോൾവ്മെന്റ് അതിൽ വരേണ്ട ആവശ്യമില്ല. അപ്പം വിവാഹം വേണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന് വേണോ വേണ്ടോ എന്നുള്ള ഒരു yes or no ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അപ് ടു ആ പേഴ്സൺ. അവരതിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ വേറെ ആർക്കാ പ്രശ്നം, അത്രേ ഉള്ളൂ. അല്ലാതെ വിവാഹം കംപ്ലീറ്റ്ലി മോശമാണ് അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലാതാണ് നമ്മൾ സ്ത്രീധനം കൊടുക്കുന്ന കുറ്റകരമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പോഴും അത് പച്ചയായിട്ട് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീധനത്തിന് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പരിഹാരം എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഇത്ര സ്വത്ത് ഉണ്ടായിരിക്കും, അപ്പോൾ ഇത് സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് വീതിച്ച് കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ, ഏത് രൂപത്തിലായിരിക്കണം ഈ സ്ത്രീക്ക് അവരുടെ ഷെയർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്? ഇതിൻ്റെ
പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ് ഒരു കാരണം. നമ്മളിത് അഡ്രസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇപ്പൊ എല്ലാവരും ഒരു സ്ത്രീധന ആത്മഹത്യ നടക്കുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യുന്നു, വളരെ സർഫസ് ലെവലിൽ നിന്നുകൊണ്ടാ ചർച്ച പോകുന്നത്. സ്ത്രീധനം കൊടുത്തു, സ്ത്രീധനം വാങ്ങി. എന്തുകൊണ്ട് ഈ സ്ത്രീധനം കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യുന്ന വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സോക്കോൾഡ് വിവാഹ സങ്കല്പം അടിമുടി സ്ത്രീവിരുദ്ധമാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രിലീനിയൽ വിരിലോക്കാലിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ഒരു രീതി അനുസരിച്ച് പെൺകുട്ടി ചെറുക്കന്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ് വേണ്ടത്. അപ്പൊ മുന്നത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഏൺ ചെയ്യുന്നുണ്ടാവില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഇവർ കംപ്ലീറ്റ്ലി ഇവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിലെ ആളുകൾ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് എന്നോണം കുറച്ച് പൈസ കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്നു, കൊടുക്കാവുന്നൊക്കെ കൊടുത്ത് അങ്ങ് തീർപ്പാക്കാണ്, കെട്ടിച്ച് വിടുകയാണ്. ലിഫ്റ്റ് ആ ഒരു ഭാഷാ പ്രയോഗം പോലെ തന്നെ കെട്ടിച്ചങ്ങ് വിടുകയാണ്, കെട്ടിച്ച് അയക്കുകയാണ്. അങ്ങനെ എക്സാക്ട്ലി അങ്ങനെ. ഇല്ല മറ്റേ എന്താ വീട്ടിലൊക്കെ വന്ന് പശുവിനെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകത്തില്ലേ, അത് അങ്ങോട്ട് കൊടുത്താണ് പശു. ഐ മീൻ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങുന്നവർക്ക് പൈസ കൊടുത്താണ് പശുവിനെങ്കിലും വാങ്ങിച്ചിട്ട് പോവുക. ഇത് അങ്ങനെയല്ല, പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പെൺകുട്ടിയെ കൊടുത്തു വിടുകയാണ്. അതിന്റെ ഒരു റൂട്ട് കിടക്കുന്ന ഈ പറയുന്ന പെട്രിലീനിയൽ വിരിലോക്കാലിറ്റിയിൽ തന്നെയാണ്. അതായത് അവിടെ പോയി ജീവിക്കേണ്ട അവസ്ഥ വരിക. അങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഒരു കംപ്ലീറ്റ്ലി ന്യൂ സർക്കംസ്റ്റാൻസസ് ആണ്. അപ്പോൾ അവൾക്ക് അവിടെ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. മുന്നത്തെ കാലഘട്ടത്തിൽ ആൻഡ് ഓൾസോ അവിടെ ഉള്ള മറ്റ് സ്ത്രീജനങ്ങളുണ്ടല്ലോ, അവർ കാലങ്ങളായിട്ട് ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. അവർ സ്ത്രീധനം കൊടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അവരുടെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ടാവാം. സോ ഒരു പെൺകുട്ടി വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ അവരും എക്സ്പെക്ട് ചെയ്യുന്ന അത് തന്നെയാണ് അവരിൽ നിന്ന്. അപ്പോൾ ഈ സ്ത്രീധനം ഇല്ലാതെ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ കുത്തുവാക്കുകൾ കേൾക്കണം, അതിൻ്റെ പേരിൽ പ്രശ്നമാവും. അപ്പോൾ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്കാന്ന് വിചാരിച്ചാണ് പലപ്പോഴും പെൺകുട്ടികളുടെ വീട്ടുകാർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു പെൺകുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ, വിസ്മയ, നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ചിലത് വല്ലാണ്ട് ചർച്ചയാവും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടി പട്ടിണി കടന്ന് മരിക്കേണ്ടി വന്നു. എന്തൊരു ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും. പക്ഷെ അതെല്ലാം ഈ സ്ത്രീധനത്തിന്റെ പേരിലാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അതോടൊപ്പം തന്നെ ഇപ്പൊ അതുൽ സുഭാഷ് പുരുഷന്മാരുടെ കാര്യം, അതും ആളുകൾ ആവശ്യത്തിന് ചർച്ച ചെയ്യുന്നില്ല. അതെ. അപ്പോ ഈ പെൺകുട്ടികൾ പലപ്പോഴും ഇങ്ങനെ മരണപ്പെടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചർച്ച ചെയ്യും, പക്ഷെ പിന്നെയും മറക്കും. നമ്മൾ തന്നെ തെറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഈ പേരൻസ് ആണ് ഈ പറയുന്ന സ്വന്തം പെൺകുട്ടികൾ മരിച്ചു കഴിയുമ്പോൾ ഇപ്പം വാർത്താ ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആ പേരൻസ് തന്നെയാണ് അവരെ ആ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്നത്. അതെ, ഇപ്പൊ നമുക്കറിയാം 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ സമൂഹത്തിൽ ആകെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ, ഒരു വിവാഹാലോചന വരുമ്പോൾ ആ ചെറുക്കന്റെ വീട്ടുകാര് ഡൗറി ഒന്നും ചോദിച്ചില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പറയും, ഇവൻ കൊള്ളാം, അവര് ഒന്നുമില്ലെങ്കിൽ സ്ത്രീധനം ചോദിച്ചില്ലല്ലോ. സ്ത്രീധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് കല്യാണത്തിൽ നിന്ന് മാറിപ്പോയ പെണ്ണിന്റെ വീട്ടുകാരുണ്ട്, ഒരുപാടുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, അപ്പൊ സ്ത്രീധനം വേണ്ട എന്ന് അല്ലെങ്കിൽ സ്ത്രീധനം ചോദിക്കാത്തത് ഒരു വലിയ മഹത്തരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്ന സൊസൈറ്റിയാണ്. അത്രയും മാറ്റേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പൊ വീട്ടുകാർ എന്ത് ചിന്തിക്കും? പെൺകുട്ടികളുടെ വീട്ടുകാര് അവൻ ചോദിക്കാത്ത അവന്റെ മര്യാദ എന്ന് വെച്ച് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും, നമ്മുടെ കൊച്ചിന് ചെയ്യും. ആ ഒരു നോഷനിലാണ്. വീട്ടുകാരല്ല ഇവിടെ ഇടപെടേണ്ടത്, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതെ, ആണും പെണ്ണും തീരുമാനിക്കുക. പക്ഷേ ഇപ്പോഴത്തെ അറേഞ്ച്ഡ് മാരേജിൽ എത്ര കാര്യം ആ രണ്ട് വ്യക്തികൾക്ക് തീരുമാനിക്കാൻ പറ്റും. പ്രേമവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പ്രേമവിവാഹം എന്ന് പറഞ്ഞാലും ലവ് മാരേജ് ചെന്നെത്തുന്ന ഈ ഒരു അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പിലേക്കല്ലേ. ഇപ്പോ മേ ബി രണ്ട് മതമായിരിക്കാം, മതം മാറേണ്ടി വരും. പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാറുണ്ട്. നമ്മുടെ ലവ് മാരേജ് എന്നൊക്കെ വെച്ചോണ്ടല്ലോ, വിപ്ലവകരമായിട്ടുള്ള ലവ് മാരേജ് ഒന്നും അല്ല, വീണ്ടും വന്നിട്ട് ഒരു പാറ്റേണിൽ ഫിക്സ് ചെയ്യുന്ന സാധനം തന്നെ. ഇപ്പോഴും പലരും സീരിയസ് ആയിട്ട് ഇപ്പൊ ഒരു പ്രേമിക്കാൻ നോക്കുവാണെങ്കിൽ അവള് ക്രിസ്ത്യാനിയാണോ, അതിന്റെ ജാതിയാണോ, ഓക്കെ അപ്പൊ കുഴപ്പമില്ല, പ്രൊസീഡ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പോൾ ചിലര് തമാശയാക്കി കളയുന്നത് എന്താന്ന് വെച്ചാൽ, എടാ നീ സ്ത്രീധനം വാങ്ങാതെ കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീധനം തരണ്ട ആരാ? പെണ്ണിന്റെ അപ്പനാണല്ലോ. അങ്ങേര് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടാവില്ലേ, അപ്പൊ നീ ആരെയാ സഹായിക്കുന്നേ? ഇനി പോട്ടെ, നീ വാങ്ങിയില്ലെന്ന് വിചാരിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് എന്റെ ഭാര്യ പറയും, നിങ്ങൾ എന്ത് മണ്ടനാ, അന്ന് എന്റെ അപ്പന്റെ കിട്ടാനുള്ള മേടിക്കണ്ടേ, അങ്ങനെ പറയും. ഇതൊക്കെ അങ്ങനെ കോമഡി ആക്കുവാണ്. പക്ഷെ ബേസിക് പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം. അതാണ് ഏറ്റവും നല്ലൊരു തുടക്കം. പെൺകുട്ടികളില്ലേ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അഡ്രസ്സ് ചോദിക്കുമ്പോ അവരാദ്യം എന്റെ വീട്ടിൽ അഡ്രസ്സ് എഴുതണോ, ഹസ്ബൻഡിന്റെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള പേര് മാറ്റുമല്ലോ. അതെ, അതാണ് ഏറ്റവും. തിരിച്ചു മാറ്റാത്ത എന്താ? തിരിച്ചു മാറ്റിയാ വെറും പാവാടയായി. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ഊടായ്പകളുണ്ട്.
ഒരു നല്ല ഫെമിനിസ്റ്റിനെ മഷി ഇട്ട് നോക്കിയാൽ കാണാൻ പറ്റുമോ എന്നുള്ളത്. അതായത് ഈ പ്രായം ചെന്ന കുറച്ച് സ്ത്രീകള് അല്ലെങ്കിൽ വിവാഹശേഷം പീഡനം അനുഭവിക്കുന്ന സ്ത്രീകള് ഇങ്ങനെ അതൊന്നും ഇവർ അഡ്രസ് ചെയ്യുന്നില്ല. ഇവരുടെ വിഷയം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമാ നടി എന്തെങ്കിലും ഒരു വിവാദം, അത് മാത്രം മതി അവർക്ക്. ഒരു പൈങ്കിളി ഇപ്പോ ഫെമിനിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. പല ഫെമിനിസ്റ്റുകളും അഡ്രസ് ചെയ്യേണ്ട പല പ്രശ്നങ്ങളും കണ്ടില്ല എന്ന് വെക്കാണ്. ഇപ്പൊ മതം, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തുന്ന സാധനമാണ് മതം. മതത്തിനെതിരെ സംസാരിക്കാൻ വില്ലിങ് ആവുന്ന എത്ര സ്ത്രീകളുണ്ട്. പിന്നെ വളരെ കോമഡി ആയിട്ടുള്ള ഇസ്ലാമിക് ഫെമിനിസം പോലത്തെ സാധനങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഫേസ് പോലും സ്വന്തം ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാൻ പറ്റാതെ ആയിരിക്കും അത്തരം ഫെമിനിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവുക. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഈ സാധനം ഒഴിവാക്കാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് പരമാവധി വെള്ളം ചേർത്ത് അടിക്കുക, നമ്മുടെ രവീന്ദ്രൻ സാറ് പറയുന്ന പോലെ. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഇപ്പൊ പുതിയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ സഭയിൽ മിണ്ടരുത്, തല മൂടിയേ നടക്കാവൂ. എല്ലാ ക്രിസ്ത്യാനിയാണോ പെണ്ണ് തല മൂടിയേ നടക്കാവുള്ളൂ. പക്ഷെ ഇത് ആരെങ്കിലും അനുസരിക്കണുണ്ടോ? പള്ളി കയറുമ്പോൾ ഒന്ന് തല മൂടും. ഇപ്പൊ മൂടാതെ നിന്നാലും അവൾ വികാരിച്ചം പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ പണി നോക്കാൻ പറയും. ആ രീതിയിൽ നേർപ്പിച്ചടിക്കുന്നവരാണ് നല്ലൊരു വിഭാഗം. അപ്പൊ അത് വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷെ ഇന്ന് കാലം പുറകോട്ട് പോവാ, പലരും ഡ്രൈ ആയിട്ട് അടിക്കാൻ തുടങ്ങി. ഈ പറയുന്ന പോലെ ഫെമിനിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ ശത്രു മതമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ പ്രശ്നങ്ങളും തീരും ഈ മതത്തിനകത്താണ്. ഇപ്പൊ നമ്മൾ ഡൗറിന്റെ കാര്യം പറയുമായിരുന്നില്ലേ, ഡൗറിയോട് ചേർത്ത് വെച്ച് പറയേണ്ട മറ്റൊരു കാര്യമാണ് അലിമണിയുടെ വിഷയം. അതായത് ഡൗറിക്കെതിരെ ഘോരഘോരം സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അലിമണിയുടെ പേരിൽ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യപ്പെടുന്ന ആൺകുട്ടികൾ ധാരാളമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രഷറാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ഏൺ ചെയ്യുന്ന കേസിൽ ഭാര്യയ്ക്ക് എന്തിന് ഡൗറി വേണം അല്ലെങ്കിൽ അവൾക്ക് എന്തിന് ഡൗറി കൊടുത്തു വിടണം എന്ന് ചോദിക്കുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അലിമണിയുടെ കാര്യത്തിൽ ഒരു ഇക്വാളിറ്റി ഇല്ല. അതായത് സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിക്കുവാണെങ്കിൽ രണ്ടുപേരും ഈക്വലി ഏർണിംഗ് ആണെങ്കിലും ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പറയും നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, സ്ത്രീകൾക്ക് എന്തിനാണ് ഇങ്ങനെ പറയുമ്പോൾ പോലും അവിടെ മറക്കും. അവൻ എനിക്ക് ചെലവിന് തരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ ചില അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻസ് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വളരെ ഏർലി മാരേജ് ഒക്കെ മേ ബി 20 വയസ്സിലോ 25 വയസ്സിലോ ഒക്കെ വീട്ടുകാരുടെ നിർബന്ധത്തിന് കല്യാണം കഴിച്ചു. ജീവിതകാലം മുഴുവൻ അവരുടെ ടൈമും എനർജി എല്ലാ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു, പഠിക്കാൻ പറ്റിയിട്ടില്ല, ജോലിയില്ല. അങ്ങനത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം ഇതിനകത്ത് പോയ ആളുകളാണ്. അവർക്ക് ഫിനാൻഷ്യലി വേറൊരു ഓപ്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതിൽ, പിന്നെ ഓൾസോ കുട്ടികളുള്ള കാര്യത്തിൽ രണ്ടുപേരും കൂടെയാണ് ആ കുട്ടീനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നതും. അപ്പം കുട്ടികളുടെ കാര്യത്തിലും ഈക്വലി അവർ ഷെയർ ചെയ്യണം ഫിനാൻഷ്യലി എന്നാണ് എൻ്റെ ഒരു ടേക്ക്. പക്ഷെ അതല്ലാണ്ട് രണ്ടുപേരും ഈക്വലി ഏർണിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആകുമ്പോൾ, രണ്ടുപേർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ആളുകളാകുമ്പോൾ മറ്റൊരു ഊന്നുവടി തേടേണ്ട ആവശ്യമില്ല. പെൺകുട്ടികൾക്ക് വേറെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ചെലവിന് പൈസ വേണമെന്നൊക്കെ പറയുന്നത് കോമഡിയാണ്. ഡൗറി പോലെ തന്നെ എതിർക്കപ്പെടേണ്ട കാര്യമാണ് അതും. അതെ, നമ്മളിതൊക്കെ പറയുമ്പോഴും ആരും പോയി വിവാഹം കഴിക്കരുത്, എല്ലാവരും ലിവിങ് ടുഗദറിലേക്ക് പോകണം എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. അത് ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും കുറേ ചേഞ്ചസ് വേണം. ഇനിയുള്ള കാലത്ത് ആരോഗ്യകരമായൊരു വിവാഹ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം? ഓക്കെ, എനിക്ക് എന്താ പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം. അതെ, പേരൻസിന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ എന്ത് വിചാരിക്കും ഇതൊന്നും നോക്കി അവരതൊരു ലൈഫ് പാർട്ട്ണറിനെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്ക് എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ലൈഫ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന എക്സ്റ്റേണൽ പ്രഷറിലൊന്നും വീണു പോകാണ്ടിരിക്കുക. പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറ്റുന്ന ഒരു കാര്യമാണ്, ഇനീഷ്യലി അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, എനിക്ക് ഇങ്ങനത്തെ പോലത്തെ ഒരാളെയാണ് വേണ്ടത്, ഇങ്ങനെ ആണെങ്കിലേ അത് വർക്കൗട്ട് ആവുള്ളൂ എന്നൊക്കെ. പക്ഷെ ഈ പ്രഷർ അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴല്ലോ എന്നാ പുല്ല് ആരെങ്കിലും കെട്ടിയേക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ആ ഒരു മോഡിലേക്ക് പോവാതെ നമ്മുടെ ഒരു ഡിസിഷൻ ആയിരിക്കണം നമ്മുടെ ലൈഫ്. വേറെ ആർക്കും അതിൽ കഥയും തിരക്കഥയൊന്നും എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാ കാലത്തും ഓൺ ചെയ്യാനും ഉള്ളൊരു കറേജ് വേണം. അതിപ്പോൾ തെറ്റിപ്പോയേക്കാം, ചിലപ്പോൾ നമ്മളെടുത്ത ഡിസിഷൻസ് തെറ്റിപ്പോകാൻ ധാരാളം ചാൻസസ് ഉണ്ട്. തെറ്റിപ്പോയാലും അറ്റ്ലീസ്റ്റ് നമ്മളെടുത്തൊരു ഡിസിഷൻ ആണത്, അല്ലാണ്ട് വേറെ ആരും നമ്മുടെ തലയിൽ വെച്ച് തന്നേ അല്ല എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവും.
സോ ഡിസിഷൻ നമ്മുടെ ലൈഫിന്റെ എന്ത് തന്നെയാണ് ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ വിവാഹത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നമ്മൾ മെന്റലി അതിന് പ്രിപ്പയർഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതുപോലെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണോ, രണ്ട് വ്യക്തികളും പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ രണ്ടുപേരും ഈക്വലി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് മാത്രം എടുക്കേണ്ട ഒരു ഡെസിഷനാണ് വിവാഹം എന്ന് പറയുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവണം. അല്ലാതെ ഭാര്യ പോയി ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുകയോ ഭർത്താവ് പോയി ഭാര്യയുടെ വീട്ടിൽ താമസിക്കുകയോ അത് രണ്ടുപേർക്കും ഈക്വലി. ഇപ്പം നമ്മൾ ആദ്യം പട്രിലീനിയൽ വെരി ലൊക്കാലിറ്റിയുടെ കാര്യം പറഞ്ഞു, സ്ത്രീകൾ പുരുഷന്റെ വീട്ടിൽ പോയി താമസിക്കുന്നതിനെ പറ്റി പറഞ്ഞു. തിരിച്ചാണെങ്കിലും ബുദ്ധിമുട്ടല്ലേ? രണ്ടുപേർക്കും ഈക്വലി ചിലപ്പോൾ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് എടുക്കാനൊന്നും ഫിനാൻഷ്യലി അത്രയും സ്റ്റേബിൾ ആയിരിക്കണം എന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു റെന്റഡ് സ്പേസ് എങ്കിലും എടുത്ത് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഒരുമിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് ഒരു ഫാമിലി ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് ഉണ്ടാവണം. ആൻഡ് ഓൾസോ പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നാറുള്ള കാര്യം, നമ്മൾ എപ്പോഴും പറയാറില്ലേ രണ്ടുപേരും വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒന്നാണ്, ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവാണ്. പല കാര്യങ്ങളിലും അവർ ഒരുമിച്ച് തന്നെയായിരിക്കും യാത്ര മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഈക്വലി രണ്ടുപേർക്കും സ്പേസ് അവിടെ ഉണ്ടാവണം. രണ്ടുപേരും ഒന്നാണെന്നൊക്കെ പറഞ്ഞാലും ഫിനാൻഷ്യലി രണ്ടുപേർക്കും ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ. എനിക്ക് എപ്പോഴും ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു ട്രാവലറിനെ പോലെ ആയിരിക്കണം. നമ്മൾ ഒരുമിച്ച് സന്തോഷങ്ങൾ ഷെയർ ചെയ്യും, പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് ഫേസ് ചെയ്യും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഐഡന്റിറ്റി ഉള്ള രണ്ട് വ്യക്തികളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ അവരുടെ ഐഡന്റിറ്റി, സ്പേസ് ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതൊരിക്കലും ഒരു ഹാപ്പി ലൈഫിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാരേജ് ഒരിക്കലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു സാക്രിഫൈസ് ആവരുത്, മറിച്ച് ദേ ഷുഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. അതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്രത്തോളം ഇത് പ്രാവർത്തികമാവും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ മാക്സിമം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ലത്. ഈവൻ ഇഫ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഇതിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഗ്രേസ്ഫുൾ ആയിട്ട് രണ്ടുപേർക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു ഫ്രീഡവും കൂടി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴേ നമ്മൾ അതിനെപ്പറ്റിയും കൂടി സംസാരിക്കണം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, നമുക്കെല്ലാം ഫോർ കോൺസെപ്റ്റ് ആണ്. ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച്, അങ്ങനെ നിർബന്ധമില്ല. ഒരു പോയിന്റിൽ ഒരുമിച്ചുള്ളിടത്തോളം കാലം ഹാപ്പി ആയിട്ട് ജീവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് രണ്ടുപേർക്കും സന്തോഷമായിട്ടുള്ള ഒരു സ്പേസിൽ ജീവിച്ചു പോകും. ഒരു പോയിന്റിൽ അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുറത്ത് വരാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒന്നും ലൈഫിൽ നമ്മുടെ ലൈഫ് പെർമനന്റ് അല്ല. അപ്പൊ ഈ പെർമനന്റ് അല്ലാത്ത ലൈഫിലാണ് നമ്മൾ ഈ പെർമനൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധം പിടിച്ചോണ്ടിരിക്കുന്നത്. ഫോർ എവർ ഇവൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അവൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം. എങ്ങാനും അവന് പകുതി വഴിക്കൊന്ന് ഇറങ്ങി പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അവന്റെ കാര്യം തീർന്നു. ഈ പറഞ്ഞ പോലെ വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അങ്ങനത്തെ സാധനത്തിലേക്ക് പോകും. ആൺകുട്ടികൾക്കാണ് കുറച്ചും കൂടി ഒരു റിസ്ക് കൂടുതലുള്ളത്. പക്ഷെ ഡെഫിനറ്റ്ലി പെൺകുട്ടികൾ കൂടുതൽ പേര്, ഒരുപാട് പേര് പെൺകുട്ടികളെ വിട്ടേക്കൂ. നമ്മുടെ വീട്ടിലെ അമ്മമാര്, ആ ഒരു ഏജിലത്തെ ആളുകൾ എത്ര പേരാണ് സ്വന്തം ലൈഫ് ഇങ്ങനെ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ സ്ത്രീകളെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, അവരവരുടെ ജീവിതം ഒരു 1% എങ്കിലും ജീവിച്ചിട്ടുണ്ടാവോ? അവരുടെ സ്വപ്നങ്ങൾ ഇത്തിരിയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്വപ്നം കാണാൻ പറ്റിയിട്ടുണ്ടാവോ? ഇങ്ങനെയൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അടുക്കളയിൽ ഹോമിക്കപ്പെടുന്ന ജീവിതങ്ങൾ, അടുക്കളയിലും ഇപ്പം ഓഫീസിലും അടുക്കളയിലും പിന്നെ വീട്ടുകാരുടെ കാര്യവും നോക്കി ജീവിതം ഇങ്ങനെ. ചിലര് പറയും ഇപ്പൊ ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ വരുമ്പോ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് വീട്ടിലെ പണിയും ചെയ്യണം, പുറത്തെ പണിയും ചെയ്യണം. പിന്നെ നമ്മുടെ ഒരു ഭക്ഷണ രീതിയുടെ പ്രശ്നമുണ്ട്. ഒരു തോരൻ അല്ലെങ്കിൽ നമ്മുടെ ചോറും കുറച്ച് കൂട്ടാനുകളും വെക്കണമെങ്കിൽ എന്തെല്ലാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഭക്ഷണ രീതി കംപ്ലീറ്റ്ലി അൺഹെൽത്തി സാധനമാണ്. പ്രോട്ടീൻ ഒന്നും ഇല്ലാത്ത ഈ പറയുന്ന കാർബ് മാത്രമുള്ള ഭക്ഷണം. അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ അടുക്കളയിൽ കളയുന്ന ടൈം വളരെ വലുതാണ്. അതെ, ഇതൊരു നിസ്സാര കാര്യമല്ല. പലരും അത് മനസ്സിലാക്കാറുമില്ല. അതുകൊണ്ടാണ് അടുക്കളയിൽ ഇത്രയും സമയം പോകുന്നത്. വേറെ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലോ ഒന്നും മിനിറ്റുകൾ കൊണ്ട് പരിപാടി കഴിഞ്ഞു. അവര് പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നത് അത്യാവശ്യം ലാവിഷായിട്ട് ഫുഡ് നമ്മളത് വീട്ടിലുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ സമയമാവും. അതെ. സോ അങ്ങനെ ജീവിതം തീർക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇവര് ഈ ജീവിതത്തിൽ ഏത് പോയിന്റിലാണ് ഇവർ സന്തോഷിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ മക്കളുടെ വിവാഹം നടക്കുമ്പോഴായിരിക്കും ആയിരിക്കും. അതാ ഇപ്പൊ നമ്മൾ ഈ വിവാഹത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത്, നമ്മൾ ഓൾറെഡി സംസാരിച്ചു, ഒരു പേരന്റിന്റെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമായിരിക്കും ഒരു വിവാഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന കടമായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ലോൺ അടച്ചു തീർക്കുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ സമ്പാദിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് എവിടുന്നാ സന്തോഷിക്കാൻ സമയം എന്ന് എനിക്കറിയത്തില്ല. അങ്ങനൊരു സ്കോപ്പേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. ഈ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് വിവാഹം കഴിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ.
അപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നത് പലർക്കും ഇത് നടക്കുന്ന കാര്യമാണോ, അതായത് സാമ്പത്തികമായിട്ട് ഓക്കെ ആയിട്ട് ഇതൊന്നും നടക്കില്ല കുട്ടിയെ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഈ വിവാഹത്തിന്റെ പേരിലാണ് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ സാമ്പത്തിക ബാധ്യത മുഴുവൻ ആളുകൾ വരുത്തുന്നത്. അത് വിവാഹത്തിന് വേണ്ടി ലോൺ എടുത്ത് വീട് വലുതാക്കുന്നതോ കാർ വാങ്ങുന്നതോ മാത്രമല്ല, ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ പല ചടങ്ങുകളാക്കി അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്നതിൽ എൻ്റെ പല സുഹൃത്തുക്കളും ആൺകുട്ടികൾ വിവാഹം നടത്തിയത് പേഴ്സണൽ ലോൺ എടുത്തിട്ടാണ്. അല്ലാതെ അവർക്ക് എങ്ങനെ ഇതിനുള്ള പണം കണ്ടെത്താനായിട്ട് സാധിക്കും? അപ്പൊ ഈ ദൂരത്ത് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ഈ രണ്ട് പങ്കാളികളും തമ്മിൽ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവർ തമ്മിൽ യോജിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ മതി. ഇപ്പോൾ ഒരു രജിസ്റ്റർ മാരേജിൽ മാത്രം ഒതുക്കണമെന്നൊന്നും പറയുന്നില്ല. എന്തൊക്കെ അല്ല, ആളുകളുടെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവറില്ലായ്മ, അത് മാത്രമാണിത്. അതെ, ഇപ്പോൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ദൂരത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പേരൻസിന്റെ ഒരു ഏറിയ പങ്ക്, പേരൻസിന്റെ മാത്രമല്ല, ഇപ്പോൾ കുറച്ചും കൂടി ഈ പറയുന്ന വിവാഹം കഴിക്കുന്നവരും അതിലേക്ക് ഇൻവോൾവ് ആവാറുണ്ട്. അപ്പോൾ അവരും ലോണൊക്കെ എടുത്തിട്ടാണ് ഈ കല്യാണം നടത്തുന്നത്. ആൻഡ് നമ്മുടെ നാട്ടിലത്തെ ഒരു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കിനും മറ്റേ ഫാറ്റ് ഇന്ത്യൻ വെഡിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നാട്ടിൽ വഴി കാണുന്ന ആളുകളെ മൊത്തം വിളിച്ച് സൽക്കരിച്ച് എത്ര ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ, അവരുടെ കുറ്റവും കേട്ട് അങ്ങനെയാണ് ഒരു കല്യാണം നടത്തുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കല്യാണം നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ജീവിതത്തിൽ സന്തോഷം വേണ്ടേ, ജീവിതത്തിൽ ഒരു ആഘോഷം വേണ്ടേ. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആഘോഷവും സന്തോഷവും സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റും ഇത് മാത്രമാണ്. ഇതിനപ്പുറത്ത് അവർക്ക് ഒരു ട്രിപ്പ് പൊക്കൂടെ, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഫാമിലിയുടെ കൂടെ പൊക്കൂടെ, അതൊന്നും അവർ ചിന്തിക്കുന്നേ. അതൊക്കെ വലിയ അനാവശ്യ ചെലവുകളാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിന് എത്രയാവും? അതെ, അല്ലെങ്കിൽ വിസ എടുക്കണ്ടേ? അതെ. പക്ഷെ കല്യാണം നടത്തുന്ന പോലത്തെ ഒരു വലിയ ഭീമമായ ചെലവ്, വീട്ടിൽ കസിൻസിന്റെ ഒക്കെ കല്യാണം നടത്തുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എത്ര രൂപയാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ അംബാനിയുടെ വീട്ടിലൊരു വെഡിങ് അതുപോലെ ഗ്രാൻഡ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ അതിന് ഗുണമുണ്ട്. ലൈക്ക് അത്രയും പൈസ സൊസൈറ്റിയിലേക്ക് വരികയാണല്ലോ. അല്ല, അംബാനി നടത്തിയ പോലെ വിവാഹം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ 1000-1 ആസ്തി പോലും അദ്ദേഹം അതിന് ഉപയോഗിച്ചിട്ടില്ല. അതെ, നേരെ മറിച്ച് നമുക്കില്ലാത്ത ആസ്തിയും കൂടെ കടമെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് ഫൈൻ. പക്ഷെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ പറയുന്ന നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടു നടപ്പ് അനുസരിച്ച് ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് എത്ര ഭീമമായിട്ടുള്ള തുകയാണ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ നമ്മൾ, ഇപ്പൊ സ്വർണ്ണത്തിന് എത്ര വില കൂടി നിൽക്കുന്ന സമയമാണെന്ന് അറിയാം, പക്ഷെ എങ്കിലും ജ്വല്ലറിയിലൊക്കെ നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ പോലും എത്ര ആളുകളാണ് ഈ സമയത്തോടെ ഈ വിവാഹത്തിന്റെ ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. 10 വർഷം മുമ്പ് വാങ്ങിയ സ്വർണത്തിന്റെ 4 ഇരട്ടിയായി ഇപ്പൊ. 5 വർഷം മുമ്പുള്ളതിന്റെ ഇരട്ടിയായി. പക്ഷെ ഇപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് ഇത്ര പവൻ അല്ലേ? ഇപ്പൊ ആരും കുടുംബത്തിൽ പറഞ്ഞവർ ഡിമാൻഡ് ചെയ്യത്തില്ല, അറിഞ്ഞേണ്ടാൻ കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇത് ഇന്നും കുടുംബങ്ങൾ തകരുന്നു ഇതുകൊണ്ട് തന്നെ. സാമ്പത്തികമായിട്ട് തെറ്റിയാൽ എല്ലാം തെറ്റി. അതെ. ഇപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ ചില സുഹൃത്തുക്കള് ലോക്ക്ഡൌണിന്റെ സമയത്ത് വിവാഹം നടത്തിയവര് അവര് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ലോക്ക്ഡൌൺ കഴിഞ്ഞ് നടത്തിയവര് അത്ര ഹാപ്പി അല്ല സാമ്പത്തികമായിട്ട്. കാരണം അതൊരു നല്ല അവസരമായിരുന്നു. ഈ ലോക്ക്ഡൌണിന്റെ ആ ഒരു ശൈലിയെങ്കിലും നമ്മൾ പിന്തുടർന്ന് പോന്നിരുന്നെങ്കിൽ. പക്ഷെ ആ ശൈലി പിന്തുടരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടില്. എനിക്കറിയുന്ന പലരും ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വെഡിങ് നടത്തി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് മേ ബി അവരത്രയും ഫേസ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ പേരൻസ് നല്ലപോലെ ആ ഒരു പ്രഷറിന് വിധേയരാവാറുണ്ട്. ഞങ്ങളെ വിളിച്ചില്ലല്ലോ, ഞങ്ങൾ വരണ്ടേ. അപ്പൊ ഇങ്ങനെ ധാരാളം പരാതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പൊ ഇന്റിമേറ്റ് വെഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയത്തില്ല. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി വലിയൊരു സമ്മേളനം നടത്തുന്ന പോലെയാണ് ഇവിടെ കല്യാണങ്ങൾ നടന്നു പോകുന്നത്. എന്നാൽ രണ്ട് വ്യക്തികൾ ആ ഒരു വിവാഹത്തിലേക്ക് വരികയാണ്. അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ, അവർ മാത്രമുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആണ് അതെങ്കിൽ അവരും എത്ര ഹാപ്പി ആയിരിക്കും. ഇത് ഒന്നും അറിയാത്ത പാല് വയ്ക്കാൻ വരുന്ന ചേട്ടന് വരെ ഷെയ്ക്കാനും കൊടുത്ത് ഹലോ പറയേണ്ട അവസ്ഥയാണ്. ആരോടാ എന്താ വളരെ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവരോട് എല്ലാവരുമായിട്ട് സംസാരിക്കാം. അതാണ് വേണ്ടേ. അത് വേണമെങ്കിൽ 1-2 ദിവസം നീണ്ടാലും കുഴപ്പമില്ല. ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ. അതെ. പക്ഷെ ഇത് അവിടെ നിന്നൊക്കെ ഒരുപാട്, ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കല്യാണങ്ങൾ, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. യുക്തിയോടെ ചിന്തിച്ച അവനെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. ഈ മണ്ടത്തരങ്ങൾ അതേപടി ഫോളോ ചെയ്യുക. അതെ. ഇപ്പോ പല പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ആണെങ്കിലും നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഇപ്പോഴും പേരൻസ് ആണ് വിവാഹം പോലും നടത്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പരിഹാസം. പറയേണ്ട വേറൊരു കാര്യം, ഈ വിവാഹത്തിന്റെ എക്സ്പെൻസ് ഈക്വലി ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും ആൺകുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ചിലവുകൾ വരാറുണ്ട്. പക്ഷെ എങ്കിലും പെൺകുട്ടികളുടെ വീട്ടുകാരായിരിക്കും ഒരു ഹ്യൂജ് ബേർഡൻ എടുത്ത് വെക്കേണ്ടി വരിക. കല്യാണ ഹോൾ ബുക്ക് ചെയ്യണം, സദ്യ ബുക്ക് ചെയ്യണം, എല്ലാം. പിന്നെ ഈ പറയുന്ന സ്ത്രീധനം അത് മൊത്തത്തിൽ
എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്, രണ്ടുപേരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക, ഈക്വലി ആ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഷെയർ ചെയ്യുക, അതിലൊരു രസമുണ്ട്. മറ്റേതിൽ എന്ത് രസമുള്ളത്? അതെ. അപ്പൊ ഈ വിവാഹത്തിന് മുമ്പ് ഇതേപോലെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നാൽ തന്നെ അത് മുന്നോട്ടുള്ള ജീവിതത്തിനും. അതെ. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഇപ്പോ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് രണ്ടുപേർ കൂടെ ഒരുമിച്ച് നടത്താവുന്നേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ സുതാര്യരാവണം എന്ന് നിർബന്ധം പിടിക്കാറുണ്ട്, പക്ഷെ ഈ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കാറ് പോലും ഇല്ല. ഇപ്പൊ നിസ്സാരമായിട്ടുള്ള കാര്യം, ഇപ്പൊ HIV പോസിറ്റീവ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആളുകൾ എന്താ നിനക്ക് എന്തെങ്കിലും അല്ല ഇതിന്റെ ഹിസ്റ്ററി ശരിയല്ലേ? ഇതാണ് ഇപ്പൊ ആൺപിള്ളേരെല്ലാവരും തന്നെ എല്ലാ മാസവും ബാർബർ ഷോപ്പിൽ പോകാറുണ്ട്. അവര് ഈ ബ്ലേഡ് വെച്ച് ഷേവ് ചെയ്യുമ്പോൾ HIV പകരാനുള്ള സാധ്യതയുണ്ട്. എല്ലായിടത്തും ബ്ലേഡ് മാറ്റുന്നുണ്ടാവും, എന്നാൽ ഈ കത്രികയിൽ കൂടെ പോലും ഇപ്പൊ ബ്ലേഡൊക്കെ പലയിടത്തും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ചേഞ്ച് ചെയ്യാത്തവരും ഉണ്ട്, ഇത് നോക്കാത്തവരും ഉണ്ട്. ഇത്ര പോലും സാധ്യതയുണ്ട്, പക്ഷെ ആളുകള് ഇതൊന്നും അതൊന്നും മുഖവിലേക്ക് എടുക്കാറില്ല, അതൊന്നും ആവശ്യമുള്ള ഒരു കാര്യമായിട്ടേ ചിന്തിക്കാറില്ല. ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. അത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് പലരും പൊക്കി പറയുന്നത് ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അങ്ങനത്തെ സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും വലിയ കോമഡി ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാല്, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെയും പെണ്ണിനെയും ഉപദേശിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്നത് കല്യാണം കഴിക്കാത്ത കന്യാസ്ത്രീകളും അച്ഛന്മാരുമാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ടോക്സിക് കാര്യങ്ങൾ എന്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുക, അത് ഈ സാധനങ്ങളല്ലേ, അതായത് ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനമാണിത്. ജസ്റ്റ് ആളുകൾ ക്ലാസ് കഴിഞ്ഞ് പോകുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ അതാണെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയണ്ടല്ലോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ലൈക്ക് ഒന്നുകിൽ രണ്ടുപേരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുക, എങ്ങനെയായിരിക്കണം അവരുടെ ജീവിതം, അവർക്ക് കുട്ടികൾ വേണോ വേണ്ടയോ, എത്ര നാൾ കഴിഞ്ഞിട്ട് കുട്ടികൾ വേണം, എന്തൊക്കെയാണ് അവരുടെ ലൈഫ് ഗോൾസ്, ഇതൊക്കെ അവർ ഇനീഷ്യലി തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിസി ലൈഫുള്ള മനുഷ്യനാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോയി പെണ്ണ് കാണാനൊന്നും പറ്റുന്നില്ല. വീട്ടുകാരാണ് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആലോചന വന്നു, രണ്ട് വീട്ടുകാർക്കും ഓക്കെ ആണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ നമ്പർ വാങ്ങിച്ചു തരൂ കുട്ടിയുടെ, ഞാൻ സംസാരിച്ച് നോക്കട്ടെ, ഓക്കെ ആണെങ്കിൽ പുള്ളി വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ ആണെങ്കിൽ നാട്ടിൽ പോയി കണ്ടാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ അത്രയും ഫ്ലൈറ്റ് ടിക്കറ്റും ചിലവാക്കി പോകണ്ടല്ലോ. പക്ഷെ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അത് പറ്റത്തില്ല, നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണം, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഫോൺ വിളിയും പരിപാടികളും ഒക്കെ മതി. ഇപ്പോഴും രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി. അങ്ങനെ ചിന്തിക്കുന്ന പേരൻസും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ സംസാരിച്ചല്ലേ തീരുമാനിക്കണ്ടേ, അല്ലാതെ ജാതകം ചേരുവോ, രണ്ടുപേരുടെയും വീട്ടുകാരും ഓക്കെ ആണോ, ഇതൊന്നും അല്ല നമ്മളൊരു വിവാഹത്തില് നോക്കേണ്ടത്. അതും ഈ പേരൻസിന്റെ ഭാഗത്തുനിന്നാണ് ഈ ഇത് മുഴുവൻ വരുന്നത്. എന്റെ പെർസ്പെക്റ്റീവില് രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരായിരിക്കണം ആ ഡിസിഷൻ എടുക്കേണ്ടത്. പേരൻസ് നമ്മളൊരു ചങ്ങലയിലാണ് മൊത്തത്തിൽ എല്ലാ തരത്തിലും. അതെ, ഒരു രീതിയിൽ സ്വന്തമായിട്ട് ഇനി എങ്ങാനും ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങേയറ്റം ആക്ഷേപമായിരിക്കും, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം കിട്ടുന്നുണ്ട്. അയാളൊരു അയൺമാൻ ആയിരിക്കണം. നമ്മൾ ഇമോഷണലി, പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇതിന്റെ ഒക്കെ പ്രശ്നം മതങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ആളുകള് വെച്ചേക്കത്തില്ല. സീരിയസ്ലി. പിന്നെ ഈ പറയുന്ന നമുക്ക് ഇമോഷണലി ഒരുപാട് ഡ്രെയിൻ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ വളരെ ചെറിയ പ്രായം മുതലേ, പഠിക്കുന്ന സമയം മുതലേ ഈ സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ട്, എല്ലാവരും ഈ നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു ജീവിതം അല്ല ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫാണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഡിസിഷൻസ് ആണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന നമുക്ക് വളരെ ക്ലോസ് എന്ന് വിചാരിക്കുന്ന നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്ന് വരെ നമുക്ക് കിട്ടുന്ന ഒരു സെറ്റ് ബാക്ക് എന്ന് വെച്ചാൽ ഇമോഷണലി ഭയങ്കര ഡ്രെയിനിങ് ആയിരിക്കും. ആ ഒരു ഫൈറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാ. ഒരു പോയിന്റ് നമ്മൾ ആലോചിക്കും, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്ന, എന്തിനാ അതിലൊരു ത്രില്ല് കണ്ടെത്തുക. അതെ, അതിന് ഇച്ചിരി സമയം അറിഞ്ഞു കഴിയുമ്പോ അതിന്റെ ഒരു രസം മനസ്സിലാവും. അതെ. സോ ആ ഒരു പോയിന്റിൽ എത്തുന്നവരെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങ് ശീലമാവും. പിന്നെ നമ്മൾ അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ തുടങ്ങും. അറ്റ്ലീസ്റ്റ് നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് നമ്മളാ ജീവിക്കുന്നത്, വേറെ ആരും നമുക്ക് വേണ്ടി ജീവിക്കുമല്ല, ജീവിതം ജീവിച്ചെന്നെങ്കിലും തോന്നും. അതെ, എക്സാക്ട്ലി. അതെ. നേരെ മറിച്ച് ഈ പറയുന്ന ആളുകൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കൂ, കുട്ടികളുണ്ടാവും, അതൊക്കെയാണ് ജീവിതം. പക്ഷെ ഇവർക്കൊക്കെ എനിക്ക് നിരീക്ഷിച്ചിട്ട് മനസ്സിലായ കാര്യമാണ്, നമ്മൾ വെറുതെ ഒന്ന് നിരീക്ഷിച്ചാൽ മതിയോ, എല്ലാ വീടുകളിലും ഒറ്റയ്ക്കിരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ അവരൊക്കെ ചിന്തിക്കുന്നത് മിക്കവരും തന്നെ, ഞാൻ എന്താ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നേ,
അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമായിരുന്നു. അതാണ് ഏറ്റവും വലിയ റിഗ്രറ്റ് ആയിട്ട് അവർക്ക് തോന്നുന്നത്. പലരും ജീവിക്കാറ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അതാണ് ജീവിതത്തിന്റെ വിജയം. ഇപ്പൊ എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവുക, ഇതൊക്കെ പണ്ട് മുതലേ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അതിന്റെ പേരാണ് ജീവിതം. അതെ, പിന്നെ ഈ പറയുന്ന പോലെ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു പാർട്ടായിട്ട് കാണണം. വിവാഹം ആയിക്കോട്ടെ, കുട്ടികൾ ഉണ്ടാവുന്നതായിക്കോട്ടെ, അതൊക്കെ ജീവിതത്തിന്റെ ഒരു പാർട്ടാ. പക്ഷെ അതല്ല ജീവിതം. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ അതാണ് ജീവിതം എന്ന് വിചാരിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം പഠിക്കുന്ന എന്തിനാ, നല്ലൊരു ജോലി കിട്ടാൻ, നല്ലൊരു ജോലി കിട്ടുന്ന എന്തിനാ, കല്യാണം കഴിക്കാൻ, അവിടെ അവസാനിക്കുകയാണ്. അല്ലാണ്ട് നമ്മുടെ പാഷന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത്. നമുക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കാൻ, അതുവഴി നമുക്കൊരു ക്വാളിറ്റേറ്റീവ് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിൽ പോകുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം തേടുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? വളരെ കുറവ്. പെട്ടെന്നൊരു ജോലി വേണം, പെട്ടെന്ന് സെറ്റിൽ ആവണം, ഇതാണ് ആളുകളുടെ പ്രയോറിറ്റി. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന എത്ര ആളുകൾ ഉണ്ടാവും? സത്യം. അങ്ങനെ സോ മൊത്തത്തില് അതെ, ജോലിയുടെ കാര്യവും ഈ പറയുന്ന പോലെ, കുടുംബജീവിതവും ഈ പറയുന്ന പോലെ പലർക്കും ഇപ്പൊ ഇതുകൊണ്ടൊക്കെ ഇന്നത്തെ ട്രെൻഡോട്ട് ഏറ്റവും പ്രയോജനം പല ബാങ്കുകൾക്കുമാണ് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന ആളുകൾ അവരൊക്കെയാണ്. പക്ഷെ പിന്നീട് ഒരുപാട് വർഷങ്ങളോളം ഈ പെണ്ണിൻ്റെയോ അല്ലെങ്കിൽ ചെറുക്കൻ്റെയോ അപ്പൻ ഇതിൻ്റെ പലിശ അടയ്ക്കാൻ ഓടുന്നതോ അയാൾ കഷ്ടപ്പെടുന്നതോ ഒന്നും ആരും കാണാൻ പോകുന്നില്ല, അല്ലേ? ഔട്ട്സൈഡിലെ ഹാപ്പി പിക്ചർ, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഷെയർ ചെയ്യുന്ന വെഡ്ഡിങ് ഹൈലൈറ്റ്സ് ആണ് എല്ലാവരുടെയും മനസ്സിലുള്ള കളർഫുൾ തിങ്. അതിന്റെ പിന്നിലത്തെ സാധനമൊന്നും ആരും അന്വേഷിക്കുന്നേ ഇല്ല. അവരുടെ റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി ആണോന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല. അത് ഈയിടെ എവിടെയോ കണ്ടാണ്, ഒരു ഐഫൽ ടവർ കാണാൻ പോകുന്ന ദമ്പതികൾ അവരതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ കാണുന്നത്. അവർ പറയുന്നത് എന്താ, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ എന്ന് പറയാതെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഇതിന്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ടാവും. ഇവര് ഫ്ലൈറ്റ് നോക്കി വെയിറ്റ് ചെയ്ത് ബോറടിച്ച സമയം ഉണ്ടാവും. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ അത് ശരിയായില്ല, അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആകെ ശ്രദ്ധിക്കുന്ന ഇതാണ്. ഇതുപോലെയാണ് ജീവിതത്തിന്റെ പല എന്നിട്ട് നമുക്കും അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സാധനം വരെ. അതെ, മൊത്തത്തിൽ മനസ്സിലാക്കില്ല. ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്, ആ ജേർണി എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോ എന്റെ വീട്ടിലെ കാര്യം പറയാനാണെങ്കിൽ അച്ഛൻ ഒരു ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ് ആണ്, അമ്മ വിശ്വാസിയാണ്. അപ്പൊ ഒരു ഗുഡ് തിങ് ഞാൻ ഇവരിൽ നോട്ടീസ് ചെയ്ത് എന്താന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും എക്സ്ട്രീംലി ഡിഫറെന്റ് ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിലും ഇത് ഞങ്ങളുടെ വീട്ടിലൊരു വഴക്കിനൊന്നും കാരണമായിട്ടില്ല. അമ്മ അമ്മയുടെ വഴിക്ക്, അച്ഛൻ ഈ പറയുന്ന പോലെ അച്ഛൻ വിശ്വാസിയൊന്നും അല്ല അങ്ങനെ. പക്ഷെ അമ്മ തിരിച്ച് നിർബന്ധിക്കുകയോ അച്ഛനും വിശ്വാസി ആവണം എന്ന് പറയുമോ അല്ലെങ്കിൽ അമ്മ തിരിച്ചാവണം എന്ന് പറയുമോ അവർ ചെയ്തിട്ടില്ല. അവരുടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ലെസൺ. ഇനി എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കൺഫ്യൂസ്ഡ് റിയാലിറ്റിയിലാണ് വളർന്നു വന്നത്. അച്ഛൻ ഡെഫിനറ്റ്ലി നിരീശ്വരവാദിയാണ്. അപ്പോ അച്ഛൻ കുഞ്ഞിലെ ദൈവം ഇല്ലാതായതാ അങ്ങനത്തെ രീതിയിൽ അച്ഛൻ സംസാരിക്കും. അമ്മയാണെങ്കിൽ എന്നെ വിളിച്ച് ഗണപതി അമ്പലത്തിൽ പോവും, ഉണ്ണിയപ്പം വാങ്ങിച്ചു തരും. അപ്പൊ നമുക്ക് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ, അപ്പൊ നമ്മൾ അതിനും പോവും. അങ്ങനെയാണ് ഞാൻ ജീവിച്ച് കൊച്ചുനാൾ സ്കൂൾ ടൈമിലൊക്കെ വന്നത്. പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. അപ്പോ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. യേശുവിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കഴിഞ്ഞൊരു 12th ഒക്കെ കഴിഞ്ഞ സമയത്താണ് അത്യാവശ്യം വായിക്കാനായിട്ട് തുടങ്ങിയത്, കുറച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. ഒരു എടുത്തു പറയേണ്ട ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. ഞാൻ മറ്റേ പൂജയുടെ സമയമായിരുന്നു, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പൊ പൂജ വെക്കേണ്ട സമയമാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇന്റേണൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് പൂജ വെക്കണം, പൂജയ്ക്ക് പുസ്തകം വെച്ചില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ്. അപ്പൊ അമ്മ പൂജ വെച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ബഹളം. അപ്പൊ എനിക്കാണെങ്കിൽ വലിയ വിശ്വാസവും ഇല്ല അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറുണ്ട്, പുള്ളിക്കാരിയും വിശ്വാസിയൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരിയോട് ഞാനിങ്ങനെ പറഞ്ഞു, മിസ്സേ ഇങ്ങനെ സംഭവം, എനിക്ക് ഇന്റേണലിന് പഠിക്കണം, പൂജ വെക്കണം എന്ന് വീട്ടിൽ ബഹളം, എന്തോ ചെയ്യും. അപ്പോൾ മിസ് എൻ്റെ അടുത്ത്, രാധിക എന്ന മിസ്സിൻ്റെ പേര്, മിസ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഒന്ന് ഓർത്ത് നോക്ക്, നീ ഒരാൾ പൂജ വെച്ചില്ലെന്നും പറഞ്ഞ് നിന്നോട് ഭയങ്കരമായിട്ട് കോപിച്ച് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി പൂജ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. മേ ബി അതൊരു ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി പറഞ്ഞായിരിക്കും. പക്ഷെ അതെനിക്കൊരു സ്പാർക്കായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ സാധനം കുറെ അൺലേൺ ചെയ്യാൻ തുടങ്ങി. നമുക്ക് കൊച്ചിലെ മുതലേ ഈ ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ ഉണ്ടല്ലോ. അപ്പം ഈവൻ ഇഫ് നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ പോലും ഒരു ഗിൽറ്റ് കാണുമോ, ഇനി എങ്ങാനും പ്രശ്നമാണോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടാവും. പക്ഷെ പതുക്കെ അത് അൺലേൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർ സി ആയിട്ട് കൂടുതൽ അടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു നമ്മൾ കുറച്ച് കുട്ടികളെല്ലാം ചേർന്നിട്ട്. അപ്പൊ ആർസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ആർസിന്റെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് അന്നുണ്ടായ ഒരു ഗുണം എന്താന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ പറയുന്നതും
അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾ ചുറ്റുമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഭയങ്കര വലുതായിരുന്നു. മറ്റേത് നമ്മുടെ ചുറ്റും വിശ്വാസികൾക്ക് നടുക്ക് നിന്നാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ആ ഒരു തിരിച്ചറിവ് പിന്നെ എസെൻസിലേക്ക് വന്നു. അവിടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് തരുന്ന ഒരു സപ്പോർട്ട്, അത് തരുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ വളരെ വലുതാണ്. സോ അങ്ങനെയാണ് ബേസിക്കലി ഞാൻ ഈ ഒരു എത്തിയസ്റ്റ് ആയത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വായന ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി അല്ലാത്ത ഫിക്ഷനൊക്കെ വായിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ, അപ്പം വി ആർ സപ്പോസ് ടു റീഡ്. അപ്പൊ കുറച്ച് ഫിക്ഷനൊക്കെ വായിച്ചാൽ തുടങ്ങിയെങ്കിലും പിന്നെ നോൺ ഫിക്ഷനിലേക്ക് വന്നു. ആർസിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി, ഡോക്കിൻസിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ചും കൂടി ന്യൂറോ സൈക്കോളജി, ന്യൂറോ സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ആക്ഷൻ എടുക്കുന്നതിന്റെ തന്നെ ഒരു റീസൺ എന്താണെന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. പ്രണയമാണെങ്കിലും എല്ലാം അപ്പോൾ എല്ലാം നമ്മുടെ ബ്രെയിനിലാണ്. നമ്മുടെ ബ്രെയിനാണ് നമ്മൾ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, അത് ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ഡോറാണ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ചെയ്തത്. ഈ പറയുന്ന വിശ്വാസത്തിനും ഒന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതായത് അവിടെയാണ്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് അവർ ബ്രെയിൻ, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെയുള്ള. സോ ഇതൊക്കെയാണ് അത്. ഈ പറയുന്ന പോലെ നല്ലൊരു ഭാഗം ആളുകളും ഈ പറയുന്ന പോലെ ഒരു സങ്കുചിത അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ വക്കിൽ നിൽക്കുന്നവരുണ്ടാവും. അവർക്ക് ജസ്റ്റ് ഒന്നൊരു പൊട്ട് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള ഒരു വിസിബിലിറ്റി എസൻസ് പോലെയുള്ള അല്ലെങ്കിൽ ആർസി പോലെയുള്ളവരൊക്കെ നൽകുന്നുണ്ട്. ആ ഒരു സ്പാർക്ക് കിട്ടിയ പിന്നെ കാര്യങ്ങൾ ഈ വക്കിൽ വന്ന് നിൽക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ആ ഒരു ധൈര്യമില്ലായ്മ, അയ്യോ ഞാൻ ഇതൊക്കെ ശരിയാണോ, നമ്മുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ കാണുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഒരു സന്തോഷവും സപ്പോർട്ടും ഒക്കെയാണ്. അതെ, എക്സാക്ട്ലി. ഈ അടുത്തിടയ്ക്ക് തന്നെ ഒരു ലേഡീൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറയുമായിരുന്നു, പുള്ളിക്കാരിയുടെ ലൈഫ് അത്ര ഹാപ്പി ഒന്നും അല്ല, പക്ഷേ ആ ഒരു ലൈഫ് അങ്ങനെ അങ്ങ് ജീവിക്കുക. കാരണം സൊസൈറ്റീനെ എതിർക്കാൻ വയ്യ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ വയ്യ. ആ ഒരു പേടിയുടെയൊക്കെ പുറത്ത് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. അങ്ങനെ പോകുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അത് പുരുഷന്മാരുണ്ട് ഡെഫിനറ്റ്ലി. ഞാൻ ഇങ്ങനെ സ്ത്രീകളുണ്ടെന്ന് എടുത്തു പറഞ്ഞ പുരുഷന്മാരില്ലാത്തതുകൊണ്ടല്ല, സ്ത്രീകൾ തന്നെയാണ് മെജോറിറ്റി. സ്ത്രീകളുണ്ട്, ഒരു ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് കാരണം. അവരെവിടെ പിടിച്ചിടുന്നത്, പുറത്തു പോകാൻ സമ്മതിക്കാതെ അവരുടെ ചിറക് കെട്ടി വെക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും ഭയങ്കര ശത്രുക്കള് സ്ത്രീകൾ തന്നെയാണ്. ഒരു പെൺകുട്ടി ഒന്ന് മാറി ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിലെ ആദ്യം തിരുത്തുന്ന അമ്മയാണ്. അച്ഛൻ പിന്നെ തിരുത്തുള്ളൂ. നീ ഇങ്ങനെ നടക്കണം. കുഞ്ഞിലെ മുതലേ ആ സാധനം സ്വന്തം ജീവിതവും ഇങ്ങനായി. എന്നാൽ ആ പെൺകുട്ടിയെങ്കിലും ഒന്ന് ചിറക് വിരിച്ച് പറക്കട്ടെ, അവളുടെ ഇഷ്ടം എന്താണെന്ന് അവൾ തിരിച്ചറിയട്ടെ എന്നൊന്നും വിചാരിക്കുന്ന പേരൻസ് വളരെ കുറവാണ്. നന്മയാണെന്ന് കരുതി ചില പേരൻസ് ഈ പറയുന്ന പോലെ, മോളെ നീ നമ്മുടെ കുടുംബം ഇതാണ്, നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, നീ ഒരു ചീത്തപ്പേര് വരുത്തരുത്. ഒരു ആൺകുട്ടി വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അവർക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇതൊരു നന്മയായിട്ട് കരുതുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവരവരുടെ ജീവിതം നശിപ്പിക്കുമായിരിക്കും, അല്ലേ? എന്നിട്ട് ഇവർ അവസാനം എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ 5 മിനിറ്റ് കൊണ്ട് ചായ കുടിച്ച് പരിചയപ്പെട്ട ഒരാളെ കിട്ടാൻ അവർക്ക് ഒരു മടിയില്ല. നേരെ മറിച്ച് മറ്റേയാളുടെ ദോഷങ്ങൾ അവർക്ക് അറിയായിരിക്കാം, ഗുണങ്ങൾ അറിയായിരിക്കാം, പരിചയം ഉണ്ടായിരിക്കാം. അതിനൊന്നും അവിടെ വിലയില്ല, ഒരു പ്രസക്തിയില്ല. ചങ്ങല കിട്ടിരിക്കുകയാണ് സത്യത്തില്. അത് ആളുകൾ തിരിച്ചറിയുന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, ഇപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ഇപ്പം അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് വീട്ടിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അത് വീട്ടുകാരെ എതിർക്കാറുമുണ്ട്. പക്ഷെ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ഇങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റിൽ വളർന്നിട്ട് അവർ ഓൾ ഓഫ് എ സഡൻ ഒരു ലൈഫ് ഡിസിഷൻ എടുക്കുമ്പോൾ അത് റോങ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എക്സാക്ട്ലി അവർക്ക് വേണ്ടുന്നത് എന്തുവാണെന്ന് അവർക്ക് അറിയത്തില്ലായിരിക്കും. ഒരു പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവത്തില്ല. വീട്ടിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രഷറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് നേരം സ്നേഹം കൊടുക്കുന്ന ഒരാൾ ഇയാളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കുഞ്ഞുനാൾ മുതലേ കൊടുക്കണം. അവരെടുക്കുന്ന ഡിസിഷനിൽ റെസ്പോൺസിബിൾ ആവാൻ, അവരെടുക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കുന്ന തന്നെ. ഇപ്പം ഒരു കുഞ്ഞു കൊച്ച് ചിലപ്പോൾ അവൻ ചെയ്യുന്ന ഒരു കാര്യം ശരിയാവണമെന്നില്ല, പക്ഷെ അവരെ അത് ട്രൈ ചെയ്യാൻ വിടുക എന്ന് വെച്ചാൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. തെറ്റിപ്പോയാലും ശരിയായി വന്നാലും അത് അവർ തന്നെ എടുത്ത റെസ്പോൺസിബിലിറ്റി, അവർ തന്നെ എടുത്ത തീരുമാനമാണെന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാവും. ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു വരാത്ത കുട്ടികൾ ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ അട്ടർ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും
ഒരെണ്ണം അങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നുള്ള എക്സാമ്പിൾ മൊത്തം അതായിരിക്കും. അവൻ കണ്ടോ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഡിവോഴ്സായി, ഇപ്പോ ഞങ്ങൾ പറയുന്ന ആരെങ്കിലും നീ കെട്ടു എന്നുള്ള രീതിയായിരിക്കും പിന്നെ പേരൻസ് എടുക്കുന്നുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരാൾ എന്റെ പുറകെ നടക്കുന്നുണ്ട്, എന്നോട് ഇഷ്ടമാണെന്ന് ഒരു പറഞ്ഞു എന്ന് ഒരു പെൺകുട്ടി അവളുടെ വീട്ടില് അവളുടെ സഹോദരനോടോ പേരൻസിനോടോ പറയാൻ പറ്റുമോ? ഒരു തമാശക്കുന്ന പോലെ. വളരെ കുറച്ച് കുടുംബങ്ങളിലേ ഉള്ളൂ. ഇത് നിസ്സാധാരണമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു ചിന്ത ആദ്യം വരണം. അല്ലെ? ഒരാൾ വന്ന് എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു, അവിടെ അങ്ങ് തീരുവാണ് ലോകം എന്നുള്ള രീതിയിലൊക്കെയാണ്. അതെ, അപ്പം ഈ ഒരു സ്പേസ് വീട്ടിൽ നിന്ന് പോലെ കുട്ടികൾ ലേൺ ചെയ്യേണ്ടതാണ്. റിജക്ഷൻ എന്താ പ്രശ്നം? റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ എന്ത് റീസണോ ആയിക്കോട്ടെ, അതിലൊരാൾക്ക് വോക്കൗട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്. നീ എന്നെ തേച്ചിട്ട് പോയി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പോട്ടെ. ദാറ്റ്സ് ഡെഫിനറ്റ്ലി വിഷമമൊക്കെ ഉണ്ടാവും. ഹ്യൂമൻ ബീങ്സ് ആകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് റിവാർഡ് തരുന്ന കാര്യങ്ങളെ ഇങ്ങനെ ക്ലോസ് ടു ഹാർട്ടായിട്ട് പിടിക്കാനായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ആ ഇനീഷ്യൽ വിഷമം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ എക്വിപ്ഡ് ആവുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് കെമിക്കൽസ് ആണ് ഇതിന്റെയൊക്കെ, അങ്ങനെയും പഠിച്ചാലും. അതെ, സോ അതാണ് ഈ പറയുന്ന പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടി ഈ റിലേഷൻ നിർത്തുവാണെങ്കിൽ അവിടെ കൈയടിക്കാൻ പൊതുവെ ആളുകളുണ്ട്, അത് അവളുടെ ചോയ്സാണ്. നേരെ മറിച്ച് ഒരു ആൺകുട്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ലീഗലി അതെ, അതാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ നല്ല രീതിയിൽ ഇതിനെയൊക്കെ പുറകോട്ടടിക്കുന്നുണ്ട്. ഇനി ഒരു പുരോഗമന ചിന്ത ഇവിടെ നല്ല രീതിയിൽ വന്നാൽ പോലും, അതായത് ഈ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം ഫെമിനിസ്റ്റ് കുറെ വർത്തമാനം പറയുന്ന കുറെ പേരുണ്ടല്ലോ. ഈ നമ്മളൊരു പഴഞ്ചൊല്ല് പറയുന്ന പോലെ, അമ്മ പറഞ്ഞാല് അരി ഇടിച്ചു കൊടുക്കില്ല, അമ്മു പറഞ്ഞാല് ഉരലിടിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഇത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെയുള്ള ഫെമിനിസ്റ്റുകളെ ആണ് കൂടുതൽ നമുക്കിപ്പോ കാണുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെ ബാധിക്കുന്ന കാര്യം പോലും ആയിരിക്കത്തില്ല, പക്ഷെ അതിലൊരു അഭിപ്രായം എന്ന് പറഞ്ഞ് ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്ന് കുറച്ച് ഡയലോഗ് അടിക്കുന്ന കൈൻഡ് ഓഫ് സ്ത്രീകളായിരിക്കും, ഐ മീൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫെമിനിസ്റ്റുകളാണ് കൂടുതലായിട്ടും നമുക്കിപ്പോൾ കാണാൻ പറ്റും. അത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ചില യൂട്യൂബ് വ്ളോഗേഴ്സ്, അവര് പുരുഷന്റെ ഭാഗത്തൊരു തെറ്റുള്ളത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, വളരെ നല്ലതാണ്, സമൂഹത്തിന് നൽകുന്ന ഒരു സംഭാവന തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ ഞങ്ങളിത് അറിഞ്ഞ മട്ടില്ല, അവര് ഇതും പറയണ്ടേ? തീർച്ചയായും. അതല്ലെങ്കിൽ അവർ പാവാട ഫെമിനിസ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അതെ, പക്ഷേ അതെ, ഈ സ്ത്രീകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ തിരിച്ചൊന്ന് ക്രിട്ടിക്കലായിട്ടോ തിങ്ക് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെയും ഗ്ലോറിഫൈ ചെയ്താണ് പൊതുവെ കാണാറുള്ളത്. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സി, ഫെമിനിസം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്ന് പറയലോ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഡൈമോർഫിസം അക്സെപ്റ്റ് ചെയ്യാതിരിക്കലോ ഒന്നുമല്ല ഫെമിനിസം. മറിച്ച് ആ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഒരു ഡിസ്ക്രിമിനേഷന് കാരണമാകരുതെന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇപ്പൊ എന്നോട് ഒരാളെ ഫെമിനിസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ അതേന്ന് പറയും. പക്ഷേ അത് പറയുമ്പോ ഈ ഫെമിനിസത്തിന് ആളുകൾ ഇപ്പോ ഉദ്ദേശിക്കുന്നത് വേറെ പല അർത്ഥമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടി വരും. അതിന്റെ കാരണം ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ചെയ്യുന്ന ഇതാണ്, അതാണ് ഡെഫിനറ്റ് ആയിട്ടും. സോ ആ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന പീകോക്ക് ഫെമിനിസം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇന്നേ വേ സ്ത്രീകൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് അവരുടെ. അതെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തുല്യത യഥാർത്ഥത്തിൽ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ആശ്വാസകരമാകുന്നത് പുരുഷന്മാർക്ക് തന്നെയാണ്. ഇന്നും ഒരു സ്ത്രീയുടെ കൂടെ ഒരു സമയം കഴിഞ്ഞാൽ ഒരു പുരുഷന് കൂട്ട് പോകേണ്ടി വരികയാണ്. ഇന്നും ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്ത്രീധന അപ്പൻ കണ്ടെത്തേണ്ടി വരികയാണ്. ഇന്നും ഒരു പെണ്ണ് കേസ് ഉണ്ടായാൽ അടി ഉണ്ടാക്കാൻ ആണുങ്ങളാണ് പോകുന്നത്, പെണ്ണുങ്ങൾ അടിക്കുന്നില്ല, അല്ലേ? പക്ഷെ ഇത് മനസ്സിലാക്കുന്ന ചെറുക്കന്മാരും, ഐ മീൻ ഇത് മനസ്സിലാക്കുന്ന പുരുഷന്മാരും വളരെ കുറവാണ്. ഫെമിനിസം പറയുമ്പോൾ ആണുങ്ങൾ വിചാരിക്കുന്നവോ ഇവൻ പെണ്ണുങ്ങളുടെ ഭാഗത്താണ്. അതെ, പക്ഷെ ഇവര് മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് ഇതിന്നൊക്കെ ചെറിയൊരു കംഫർട്ട് കിട്ടുന്നുണ്ടാവും. ഇപ്പോ വീട്ടില് ഭാര്യ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കൊരു ഇങ്ങനെ സർഫസ് ലെവലിൽ അവർക്കൊരു കംഫർട്ട് കിട്ടുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ബാക്കിൽ അവരും കൂടെയാണ് പല കാര്യങ്ങളിലും സഫർ ചെയ്യുന്നത്. അപ്പൊ ഈ കുഞ്ഞു റിവാർഡ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് ഇവരങ്ങ് ഹാപ്പി ആവുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യാൻ ഇവരും ടോർച്ച് ബിയറേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നേവേ അത് അവർക്കും കൂടെ ദോഷമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അതെ അതെ, ഈ സ്ത്രീ ശാക്തീകരണം എന്നുള്ള പേരില് സ്ത്രീകളെ അവർക്ക് പല സൗജന്യങ്ങളും കൊടുക്കുക. പിങ്ക് ബസ്, അല്ലെങ്കിൽ ഇപ്പോൾ കർണാടകയിലേക്ക് ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല,
സ്ത്രീകൾക്ക് കാശ് കൊടുക്കണ്ട യാത്ര ചെയ്യാനായിട്ട്, ഇങ്ങനെ പല സൗജന്യങ്ങളും കൊടുക്കുക, പിങ്ക് പോലീസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണമാണോ അതോ അവരെ ദുർബലപ്പെടുത്തുകയാണോ? എനിക്ക് തോന്നുന്നു അവരെ ദുർബലപ്പെടുത്തുന്നത് തന്നെയാണ്. അതായത് ഇപ്പൊ ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പുരോഗമനപരമായിട്ടൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്തു എന്ന് വരുത്തി തീർക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേമ്പൊടി മാത്രമാണ് ഈ സംഭവമൊക്കെ. ഇപ്പൊ പിങ്ക് ബസിന്റെ കാര്യം അല്ലെങ്കിൽ ഗേൾസ് സ്കൂളിന്റെ കാര്യം, ഈ പുരുഷന്മാരെ സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടാണോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്? അങ്ങനെ മാറ്റി നിർത്തിയാണോ അവരുടെ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്? രണ്ട് കൂട്ടർക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു കാര്യമായ ചിന്താഗതിയിലുള്ള മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടത്തുള്ളൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താണ് പല സർക്കാരുകളും രക്ഷപ്പെടുന്നത്. അവർ പറയുകയും ചെയ്യും ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇതൊന്നും അല്ല ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് തന്നെ ഒന്നുമാണ്. അപ്പൊ ഞങ്ങൾ എന്തോ കുറവുള്ളവരാണോ? അതെ, ഞങ്ങൾ കാശ് കൊടുക്കാന്ന് പറയുന്നുണ്ട് ചിലർ ബസ്സിൽ. വേണ്ട, നിങ്ങൾ സ്ത്രീകളല്ലേ, അതെന്താ? അതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഈ സംരക്ഷണത്തിന്റെ കാര്യം തന്നെ പറയും. ഈ ചില ഈ പീകോക്ക് ഫെമിനിസ്റ്റ് ചേട്ടന്മാരൊക്കെ പറയും അവര് ഈ പറയുന്ന പോലെ ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അവർ കൺസേൺഡ് അല്ല, അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അവർ കൺസേൺഡ് ആയിരിക്കത്തില്ല. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. ഇങ്ങനെ ഘോരം പോസ്റ്റുകൾ FB-യിൽ എഴുതും. അവര് ഇങ്ങനെ ഒരു സപ്പോർട്ട് അങ്ങ് വാഗ്ദാനം ചെയ്യാണ്, നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ജൂഡിനോട് പറയാണ്, ജൂഡിനെ ഞാൻ നാളെ മുതൽ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതെന്തോ കുറവുണ്ടായിട്ടല്ലേ നമ്മൾ ഈ സംരക്ഷണം കൊടുക്കുന്നേ. ആ ഒരു കുറവല്ല, അല്ലെങ്കിൽ ആ ഒരു കുറവിനെ അല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്ത്. ഈ ചോദ്യം ചോദിച്ചപ്പോ അത് എനിക്ക് തോന്നി, ഇതേ കാര്യം ഒരു പെണ്ണിന് തോന്നുന്നില്ലേ എന്നൊരു പുരുഷൻ ചിന്തിക്കുന്നില്ല. കുറവുള്ളവരാണ്, ഇപ്പൊ അവരൊന്ന് കേറി പെണ്ണാണ്. സോ ഇതൊന്നുമല്ല സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള സൊല്യൂഷൻ. ആ ഒരു ദീർഘവീക്ഷണത്തോടെ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്നും കൂടി ഇരുത്തി ചിന്തിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇന്ന് കേരളത്തിൽ നിന്ന് യുവജനങ്ങളെല്ലാം നാടുവിട്ടു പോവുകയാണ്. +2 കഴിയുന്ന പിള്ളേർക്ക് തന്നെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. അപ്പോൾ ആളുകൾ പറയുന്നത് ഇവിടെ ജോലിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതൊന്നുമല്ല. നമ്മുടെ ഈ ഒരു ടോക്സിക് കൾച്ചറുണ്ട്, നമ്മൾ ആർഷ ഭാരത സംസ്കാരം അല്ലെങ്കിൽ അതിൻ്റെ ചുരുക്കം ആഭാസം എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇതിൽ നിന്നുള്ള രക്ഷ നേടിയിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഇതൊരു കുറ്റമായിട്ട് ചിലർ പറയാറുണ്ട്. പണ്ട് ഗവൺമെന്റ് ജോലിയുള്ള ചെറുക്കനെ മതിയായിരുന്നു എന്നാണെങ്കിൽ ഇന്ന് വിദേശത്ത് ജോലിയുള്ള ചെറുക്കനെ മതി. പക്ഷെ അവരങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ ഈ ജയിലിൽ കിടക്കുന്ന പോലെയുള്ള ജീവിതത്തിൽ നിന്നൊരു രക്ഷ നേടി പുറത്തു പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെ, ഡെഫിനറ്റ്ലി. ഞാൻ കുറച്ച് നാൾ IELTS ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് ഒരു മന്തിൽ 4 എക്സാംസ് ഒക്കെ നടത്തും. ഓരോ എക്സാംസും ഫുള്ളി ബുക്ക്ഡ് ആണ്. എത്ര കുട്ടികളാണ് ഈ IELTS എക്സാം എഴുതാനായിട്ട് വരുന്നത്? അത് കാണുമ്പോൾ ഇന്നേവേ നമുക്ക് പേടി തോന്നും. കാരണം നമ്മുടെ നാട്ടിലെ ഈ യങ് ജനറേഷൻ മൊത്തം പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഇവര് ഈ പറയുന്ന പോലെ വീട്ടിൽ നല്ല സാമ്പത്തിക കുറെ ആളുകൾ പറയും ഫിനാൻഷ്യലി ബെറ്റർ ആവാനാ പുറത്ത് പോകുന്നത്. വീട്ടിൽ നല്ല സാമ്പത്തിക അവസ്ഥയുള്ള ആളുകളായിരിക്കും പുറത്തേക്ക് പോകാൻ തയ്യാറാണ്. അവിടെ ലിറ്ററലി സ്ട്രഗിൾ ചെയ്യാണ്. കുറച്ച് നാൾ ഞാൻ കാനഡയിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ വരുന്ന മലയാളി കുട്ടികളൊക്കെ നമുക്ക് സങ്കടം തോന്നും. അതായത് ബങ്ക് ബെഡ് ഒക്കെ ഇട്ടാണ് അവർ കിടക്കുന്നത്, ഒരു കുഞ്ഞു റൂമിൽ. അവർ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് പലപ്പോഴും അവർ ആഗ്രഹിച്ച ഒരു ഫ്രീഡം അവരുടെ ലൈഫിൽ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. പലരും അത് പറയാറുമുണ്ട്, നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത. അപ്പം നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയും അവന്മാർക്ക് അല്ലെങ്കിൽ അവൾക്ക് ആഭാസം കാണിക്കാൻ വേണ്ടി. അവർക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന റൈറ്റ്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ടുന്ന ഫ്രീഡം പോലും അവർ ഇവിടെ എൻജോയ് ചെയ്യുന്നില്ല. രാത്രി ഇറങ്ങി നടക്കാൻ. അതെ അതെ. ഇപ്പോഴും 6 മണി 7 മണി കഴിഞ്ഞൊരു പെൺകുട്ടി വീട്ടിൽ കയറി വന്നാൽ ഭൂകമ്പം ഉണ്ടാവുന്ന അവസ്ഥ. തീർച്ചയായിട്ടും. അല്ലാതെ അവിടെ പോയി ഒന്നും ചെയ്യാനുള്ള ആൺകുട്ടികൾ എത്രയോ പേര് ഇപ്പൊ പട്ടായയിലും തായ്ലൻഡിലും പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ലല്ലോ. പല പെൺകുട്ടികൾക്കും. കാരണം എന്താ, എല്ലാരും ഒന്നിനും അല്ല പോകുന്നത്. പക്ഷെ പെൺകുട്ടികളിൽ യൂറോപ്പിലേക്ക് പോയാൽ പോലും ഇതാണ് ആളുകൾ പറയുന്നത്. ഈ ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന പെൺകുട്ടികളെ പറ്റി നാട്ടിൽ എന്തൊക്കെയാ പറയുന്നത്? അതായത് എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അതായത് പെണ്ണ് ബാംഗ്ലൂരാണെന്ന് അറിഞ്ഞപ്പോ അത് വേണ്ട, ആ കല്യാണം വിട്ടു. ചിന്താഗതിയോടെ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നാട്ടിലാണെങ്കിലല്ല ഓക്കെ. അതെ. അപ്പൊ ഈ പുറത്തേക്ക് പോകാൻ മിക്ക കുട്ടികളും തയ്യാറാവുന്നതിലുള്ള ഒരു റീസൺ ഇതാണ്. അവർക്ക് വേണ്ടുന്ന മിനിമം അവർക്ക് ജീവിതം ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് അവിടെ ഉണ്ട്, അത് അവർക്ക് ഇവിടെ കിട്ടുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർക്ക് അവിടെ. പക്ഷെ അതൊക്കെ സഹിച്ചും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആരാ സന്തോഷം അല്ലെങ്കിൽ ഫ്രീഡം ആഗ്രഹിക്കാത്തത്? അതിനുവേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, അങ്ങനെ ഒരു സംഭവമില്ലേ? അതെ അതെ. ആ സ്വാതന്ത്ര്യം ഒന്ന് രുചിച്ചു പോലും അറിയാത്ത ആളുകൾ എത്ര പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്? എന്താന്ന് പോലും അറിയില്ല.
അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കുട്ടികളൊക്കെ പലരും പുറത്തേക്ക് പോകുന്നത്. നാട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടോ, നാട്ടിൽ അവസരങ്ങൾ കുറച്ചൊക്കെ കുറവാണ്, പക്ഷെ എങ്കിലും എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതൊന്നും ചെയ്യാണ്ട് അവർ പുറത്തേക്ക് പോകുന്നതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാനഡയിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ കാനഡയിൽ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങേയറ്റം പുരോഗമനപരമായിട്ടാണ് ജീവിക്കുന്നത്, എല്ലാ കെട്ടുപാടുകളും വിട്ടാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ. പക്ഷെ ഇൻ റിയാലിറ്റി അല്ല. അവിടെയും ഈ പറയുന്ന റിലീജിയൻ, ഐ മീൻ കാനഡയിൽ ഞാൻ കണ്ട കുറച്ച് മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ കൺട്രീസിലും അങ്ങനെ ആവണം എന്നില്ല, എസ്പെഷ്യലി സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ. കാനഡയിൽ എവിടെയായിരുന്നു? ടൊറന്റോ തന്നെ. ഓക്കെ, അപ്പൊ അവിടുത്തെ കനേഡിയൻസ് അല്ലെങ്കിൽ അവിടെ കുറെ കാലമായിട്ട് ജീവിക്കുന്ന ആളുകൾ, അവരും ഈ പറയുന്ന പോലെ റിലീജിയന്റെ ഒക്കെ വലിയൊരു ടൈയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവർക്കും ഈ പറയുന്ന പോലെ ഡിവോഴ്സിനെ പറ്റിയൊന്നും അത്ര ഈസി ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളല്ല. അവരും ഇതിന്റെയൊക്കെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം മാറ്റം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി പുരോഗമനപരമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും മാറി ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. മേ ബി അവിടെ കുറച്ചെണ്ണം കൂടുതലായിരിക്കാം, ബിക്കോസ് അവർക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. അവർ കുഞ്ഞിലെ മുതലേ തന്നെ ട്രെയിൻഡ് ആണ്. നമ്മൾ കുഞ്ഞിലെ മുതലേ ട്രെയിൻഡും അല്ല. നമുക്ക് അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ്, ഐ മീൻ മെന്റലി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. മെന്റലി മാത്രമല്ല, ഇമോഷണലി ചുറ്റുപാടുന്നും കിട്ടുന്ന റെസ്പോൺസ് അത്ര നല്ല റെസ്പോൺസ് ആയിരിക്കണം എന്നില്ല. അപ്പൊ പൊതുവെ എല്ലാവരും വിചാരിക്കും ഈ ഒഴുക്കിനൊത്തങ്ങ് പോയാൽ പോരെ, ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സ്ട്രഗിൾ എടുക്കേണ്ട ആവശ്യം എന്തുവാ എന്നാണ് കൂടുതൽ പേരും ചിന്തിക്കാറ്. പക്ഷെ ഇച്ചിരി സ്ട്രഗിൾ എടുത്ത് നീന്തിയാലും അത് തരുന്ന ഒരു സന്തോഷം മറ്റതിന് തരാൻ പറ്റത്തില്ല. അത് ചില ആളുകൾ പറയാറുണ്ടല്ലോ, അതായത് നിങ്ങൾ ഈ സ്വതന്ത്ര ചിന്തയൊക്കെ പറഞ്ഞിട്ട് ഈ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഇങ്ങനെ പലരും സ്വതന്ത്ര ചിന്ത പറഞ്ഞ് പലരുടെയും തല്ലുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ വെട്ടിയ വഴികളുടെ ബാക്കിയാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ എന്തായിരുന്നു, ഒരു ദളിതൻ നടന്നാല് തല്ലിക്കൊല്ലാം. ഇതൊക്കെ എങ്ങനെ മാറിയത്? അന്നത് മതത്തിന്റെ ഭാഗം തന്നെയാണ്. സതി അങ്ങനെയായിരുന്നു. ഈ രാജാറാം മോഹൻ റോയൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ പോലും അവസാനം വരെയും അയാൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും ഇങ്ങനെയുള്ള സ്വതന്ത്ര ചിന്തകൾ പറയുമ്പോൾ ഇതിന് വലിയൊരു റിസൾട്ടും ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ഈ ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ അത് ഏറ്റവും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരപ്പോൾ മേ ബി അവർ അറിയപ്പെടത്ത പോലും ഇല്ല, ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അവരുടെ പുറകെ വരുന്ന ആളുകൾക്ക് എന്ത് സ്മൂത്ത് ആയിരിക്കും ഒരു ജേർണി. അതെ, ഇത്രയും സമയം ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അത് ഫെമിനിസം ആണെങ്കിലും വിവാഹമാണെങ്കിലും ഒരു ലിവിങ് ടുഗദർ ആണെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ വരേണ്ട മാറ്റങ്ങളാണെങ്കിലും നമ്മുടെ ഉടനീളമുള്ള ചർച്ച കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഒരിക്കലും വിവാഹം വേണ്ടെന്നോ അല്ലെങ്കിൽ എല്ലാവരും ലിവിങ് ടുഗദറിലേക്ക് പോകണമെന്നോ ഒന്നും അല്ല പറഞ്ഞത്. അത്യാവശ്യമായിട്ട് വരേണ്ട മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഇത്രയധികം സമയം, വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച ഡോക്ടർ അനുപമയ്ക്ക് പ്രേക്ഷകരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.